കഴിഞ്ഞ 50 വർഷക്കാലം UDF ഭരിച്ചുകൊണ്ടിരുന്ന പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വളരെ നീണ്ട ഒരു പോരാട്ടത്തിനൊടുവിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പിടിച്ചടക്കുകയും കഴിഞ്ഞ 5 വർഷക്കാലം വളരെ നല്ല രീതിയിൽ മികച്ച ഭരണം കാഴ്ചവെച്ചു എന്നാണ് LDFിൻ്റെ ഭാരവാഹികളും പ്രതിനിധികളുമൊക്കെ അവകാശപ്പെടുന്നത്. തുടർന്ന് വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ CPIMൻ്റെ ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ അല്ലെങ്കിൽ LDFിൻ്റെ കൺവീനർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അങ്ങ് നോക്കിക്കാണുന്നത്? ഈ 5 വർഷക്കാലം പുതുപ്പള്ളി പഞ്ചായത്തിൽ ഒരു ഭരണമുണ്ട് എന്ന് ജനങ്ങൾക്ക് ഫീൽ ചെയ്ത അല്ലെ തോന്നിച്ച 5 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതി വരേണ്ടത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും നടത്തി വരുന്നതിൻ്റെ ഭാഗമായി തുടർ പ്രവർത്തനം ആവശ്യമുള്ളതുമായ വികസന പ്രവർത്തനങ്ങൾ അതേ അർത്ഥത്തിൽ നടപ്പിലാക്കണമെങ്കിൽ ഉറപ്പുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി വേണം. തർക്കങ്ങളില്ലാത്ത, തമ്മിലടിയില്ലാത്ത, ഐക്യത്തോടെ പോകുന്ന ഒരു ഭരണസമിതി. അത് ജനങ്ങൾക്ക് നൽകണമെങ്കിൽ അത് LDFിനെ കൊണ്ടേ പറ്റൂ എന്ന് അനുഭവത്തിലൂടെ തെളിഞ്ഞു. പിന്നെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നടത്തിയ 10 വർഷത്തെ 9.5 വർഷം കഴിഞ്ഞു. അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഒരു ഘടകമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ LDF ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു തുടർഭരണം ഇടതുപക്ഷത്തിന് കിട്ടുന്നത്. കാരണം ആ കോവിഡിൻ്റെ ഘട്ടത്തിൽ, പ്രളയത്തിൻ്റെ ഘട്ടത്തിലൊക്കെ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ, ആദ്യത്തെ ഗവൺമെൻറ്റിന് ഒരു 2-3 വർഷം പൂർണ്ണമായും ഈ കോവിഡും പ്രളയവും അടക്കമുള്ള പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നു. വലിയ സാമ്പത്തിക ചെലവ് വന്നു. കാരണം കേന്ദ്രം ഒരു സഹായവും ചെയ്യില്ലെന്ന് നിങ്ങൾക്കറിയാം. അനുഭവത്തിലൂടെ നമുക്കത് തെളിഞ്ഞതാണ്. അത് ബോധപൂർവം ഒരു സംഘപരിവാറിൻ്റെ പൊളിറ്റിക്സാണ്. സാമ്പത്തിക പ്രതിരോധമുണ്ടാക്കി ഒരു ഗവൺമെൻറ്റിനെ തകർക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. അതാണല്ലോ അവസാനം കിഫ്ബിയെ ഒന്ന് പിടിക്കാമെന്ന് നോക്കിയേ. കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ ഒരു കിഫ്ബി രൂപീകരിച്ച് ഇപ്പോൾ ഈ പുതുപ്പള്ളി ഗവൺമെൻറ് സ്കൂൾ, ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂൾ പോലും 6 കോടി രൂപയ്ക്ക് പണിത് പൂർത്തിയാക്കിയത് കിഫ്ബിയുടെ ഫണ്ടാണ്. അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി, കോടതി ഇടപെട്ടു. അപ്പോൾ സാമ്പത്തികമായി തകർത്ത് ജനവികാരം എതിരാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പോയത്. കോവിഡിൻ്റെ സമയത്ത് വിദേശ രാജ്യം സഹായം നൽകാൻ തീരുമാനിച്ചപ്പോൾ വാങ്ങാൻ പറ്റില്ലെന്ന് കേന്ദ്രം നിലപാടെടുത്തു. അതേസമയത്ത് ഗുജറാത്ത് വിദേശ സഹായം വാങ്ങി. അവർക്ക് താല്പര്യമുള്ളവരോടൊരു സമീപനവും അല്ലാത്തവരെ ഒറ്റപ്പെടുന്ന സമീപനം. പക്ഷെ അതിനെ അതിജീവിച്ചു. ആണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി. അതാണ്. ഇപ്പം പെൻഷൻ നിങ്ങൾ മനസ്സിലാക്കി 2000 രൂപയാക്കി. ചെറിയ കാര്യമല്ല. ഒരു വീട്ടിൽ 2 പേർ ഉണ്ടെങ്കിൽ 4000 രൂപയായി. ഇപ്പം നമ്മുടെ വീടുകളിലെ കൊച്ചുമക്കൾ അവരുടെ മുത്തച്ഛനും മുത്തശ്ശിയോടും വലിയ സ്നേഹമാണ് മുൻകാലങ്ങൾ. കാരണം ഇവരുടെ ഈ പൈസ വരുന്നു, വാങ്ങിക്കൊടുക്കുന്നു. പേരൻസിന്, മക്കൾക്കാണേലും അവരുടെ മാതാപിതാക്കൾക്ക് പെൻഷൻ കിട്ടുന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് തർക്കങ്ങളില്ല. മുൻപൊക്കെ നമ്മൾ വരുമ്പം പലരും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ലെന്നുള്ള പരാതി, അതിൻ്റെ പരാതികൾ, അവരുടെ ആവശ്യം. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇനി ആരും ശ്രമിക്കേണ്ട. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ന്യായമായ ഒരു പെൻഷൻ ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷയുടെ ഭാഗമായി 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു വീട്ടമ്മമാർക്ക്. യുവജനങ്ങൾ അതുപോലെ പരീക്ഷ എഴുതി, എക്സാമിന് പോയി, അല്ലെങ്കിൽ എൻട്രൻസ് എഴുതി, അല്ലെങ്കിൽ മറ്റ് ജോലി അന്വേഷിക്കുന്ന യുവാക്കൾക്ക് 1000 വെച്ച് കൊടുക്കുന്നു. കുടുംബശ്രീയുടെ ADSമാർക്ക് 1000 കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ക്ഷേമ പദ്ധതികളെല്ലാം ഈ സർക്കാർ നടപ്പിലാക്കി. എന്നാൽ വികസനത്തിൻ്റെ കാര്യത്തിലോ ഈ ക്ഷേമ പദ്ധതിയോടൊപ്പം മെട്രോ റെയിൽ എടുത്താലും, ദേശീയപാത വികസനം എടുത്താലും, സ്റ്റേറ്റ് ഹൈവേ എടുത്താലും, വിദ്യാഭ്യാസ മേഖല എടുത്താലും, വിഴിഞ്ഞം തുറമുഖം വരെ ഒരു ഗവൺമെൻറ് ലോക നിലവാരത്തിലേക്ക് ഒരു സ്റ്റേറ്റിനെ മാറ്റി തീർത്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, വർഗീയ കലാപമില്ല, ജാതിപരമായ ചേരിതിരിവില്ല, മറ്റ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലെ പോലെയുള്ള പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇവിടെയെല്ലാം സ്കൂളുകളിലെ നിലവാരം മാറി. ഗവൺമെൻറ് സ്കൂളിലേക്ക് 2000 സ്കൂളാണ് ആൻ്റണി ഗവൺമെൻറ് കാലത്ത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. ഇപ്പം ഗവൺമെൻറ് സ്കൂളിലേക്ക് മാതാപിതാക്കൾ കുട്ടികളെ വിടുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന, സമയത്ത് പാഠപുസ്തകം, സമയത്ത് യൂണിഫോം. പണ്ട് UDF കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം തീരുമ്പോഴാണ് പാഠപുസ്തകം വരുന്നത്. അപ്പോൾ അത്തരം ഒരു ഘട്ടങ്ങളിൽ നിന്ന് മാറ്റം വന്നു. വ്യവസായ രംഗത്ത് മാറ്റം വന്നു, പൊതുമേഖലയിൽ മാറ്റം വന്നു, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് ഫണ്ട് കൊടുത്തു. അങ്ങനെ ജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ മിഷനുകൾ പലത് രൂപീകരിച്ച്, ശുചിത്വ മിഷനാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും അതിലൊരു മെച്ചമുണ്ടായതിൻ്റെ അനുഭവം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് സ്റ്റാർ ഈ ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഗവൺമെൻറ് അനുകൂലമായ ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിലുണ്ട്. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ UDF
100% ഭരണത്തിൽ വരുമെന്നുള്ള കാര്യം യാതൊരുവിധ സംശയം വേണ്ട. ഭരണത്തിൽ വരുവാനുള്ള അങ്ങയുടെ മുഖത്തൊരു ഒരു ഒരു കോൺഫിഡൻസ് ഇല്ല സംസാരിക്കുമ്പോൾ തന്നെ. കോൺഫിഡൻസ് 100% ഉണ്ട്. അത് ചിരിയിൽ ഒതുക്കിക്കൊണ്ട് പറയുക എന്നുള്ളത് സുഭാഷിൻ്റെ ശൈലി അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അല്ല, അങ്ങ് ഒരുപാട് ആത്മാർത്ഥമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണല്ലോ. അതെ, രാഷ്ട്രീയത്തിൽ ഒരുപാട് പാരമ്പര്യമുള്ള വ്യക്തിയാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നത്. അപ്പം ഞാൻ താങ്കളോട് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ താങ്കളുടെ ആ മറുപടിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാഴിക വന്നു. അതാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം. അത് ചോദ്യകർത്താവിൻ്റെ മനസ്സിലുള്ളൊരു സംശയം കൊണ്ട് ചോദിക്കുന്നതാണ്. അത് ദൂരീകരിച്ച് തരുവാനായിട്ട് സാധിക്കും. അത് വ്യക്തമായി ബോധ്യപ്പെടുത്തുവാനും സാധിക്കും. ഇടതുപക്ഷത്തിൻ്റെ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണമെന്ന് പറഞ്ഞാൽ 100% പരാജയപ്പെട്ട ഭരണമായിരുന്നു. പരാജയപ്പെട്ട ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അവർക്ക് ചില കാര്യങ്ങൾ ഉയർത്തി കാണിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ ഈ കെട്ടിടം നമ്മുടെ പഞ്ചായത്തിന്റെ വരുമാനം നമുക്കൊരു 5 വർഷത്തെ വിലയിരുത്തിക്കൊണ്ട് സുഭാഷ് പറഞ്ഞല്ലോ. 5 വർഷത്തെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് 1 വർഷത്തെ വരുമാനം ബിൽഡിംഗ് ടാക്സ് ഇനത്തിൽ കിട്ടും. ഒരു 1.25 കോടി രൂപ കിട്ടുന്നത്. ആ 1.25 കോടി രൂപ കിട്ടുന്നതിൽ ഈ 5 വർഷം കൊണ്ട് 1 കോടി രൂപയും ഇവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു, വരുമാനമായിട്ടും നികുതിയായിട്ടും വന്നതും. ഈ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ 1 വർഷം കൊണ്ട് പിരിച്ചെടുക്കുന്ന തുക വളരെ ലാഘവത്തോട് 5 വർഷം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞു. കാര്യം എന്ന് ചോദിച്ചാൽ കൈതാപ്പാലത്തേക്ക് ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പദ്ധതി കൊണ്ടുവന്നു. ഏതാണ്ട് 20 ലക്ഷം രൂപയോളം മുടക്കി. ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് റോഡ് പുറമ്പോക്കി PWDയുടെ അനുവാദം കൂടാതെ റോഡ് പുറമ്പോക്കിയിൽ ആ ബിൽഡിംഗ് പണിതു. അത് കെട്ടിട നിർമ്മാണ അനുമതി കൂടാതെ ചെയ്ത് PWD അതിന് അനുവാദം കൊടുക്കാതെ ചെയ്തതുകൊണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തന്നെ അത് പൊളിച്ചുകൊണ്ട് പോരേണ്ട സ്ഥിതി വന്നു. തൊട്ടടുത്ത ഒരു വസ്തു ഉടമ പരാതി കൊടുത്തു, അനധികൃതമായ കൺസ്ട്രക്ഷനാണ് എന്ന് പറഞ്ഞു. അത് 20 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി. ആ 20 ലക്ഷം രൂപ നഷ്ടപ്പെടുത്താറിയ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ആൾക്കാരുടെ നികുതിയായി കിട്ടിയ പണമാണ് നഷ്ടപ്പെടുത്തിയത്. വീണ്ടും നമ്മുടെ പഞ്ചായത്തിലേക്ക് ഞാൻ ഓരോരോ ഉദാഹരണം വരികയാണ്. നമ്മുടെ വെണ്ണിമലയിലേക്ക് ഇവർ ഒരു ടർഫ് കൊണ്ടുവരുന്നു. ടർഫിൻ്റെ പദ്ധതി എങ്ങും എത്തിയില്ല. ആ പണവും അവിടെ സ്തംഭിച്ച് കിടക്കുന്നു. പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വീണ്ടും ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോഴേക്ക് ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പ്രവർത്തനം വിപുലപ്പെടുത്തുവാനും അത് മോഡേണായിട്ട് കമ്മ്യൂണിറ്റി ഹാൾ ആക്കുന്നതിന് വേണ്ടി വളരെയധികം ശ്രമങ്ങളും പ്രവർത്തനങ്ങളും നടത്തപ്പോൾ അവിടെ മത്സ്യ വ്യാപാരം നടത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ മത്സ്യ വ്യാപാരികളെ മാറ്റാൻ പാടില്ല എന്ന് സമരം നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവർ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ മത്സ്യ വ്യാപാരികൾക്ക് അവിടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അന്ന് വികസനത്തിനെതിരായിരുന്നു. അന്ന് വികസനത്തിന് അങ്ങേയറ്റം എതിര് നിന്നു. ആ മത്സ്യ വ്യാപാരികളെ സംഘടിപ്പിച്ചു. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് വന്ന് സമരം ചെയ്തവരാണ്. മത്സ്യ വ്യാപാരികളെ പറ്റില്ല. അന്നും നമ്മൾ ഇന്ന് സുഭാഷ് പറഞ്ഞ പോലെ പറഞ്ഞു, കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കയറി വരുമ്പോൾ അതിന് സൗകര്യമുണ്ടാകണം, ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ സൗകര്യമായിരിക്കണം, നല്ല മോഡേണായ ഒരു കമ്മ്യൂണിറ്റി ഹാളായിരിക്കണം. അതിന് നമ്മൾക്ക് അവിടെ മത്സ്യവ്യാപാരം നടത്തുമ്പം മറ്റ് ദുർഗന്ധങ്ങൾ ഉണ്ടാകരുത്. ആ മത്സ്യവ്യാപാരം നടത്തുന്ന ആ കച്ചവടത്തിൽ നിന്നുള്ള ആ മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടാൻ പാടില്ല. അന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് മത്സ്യവ്യാപാരികളെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷക്കാർ അവരെ മാറ്റാൻ തയ്യാറായി വികസനം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. വീണ്ടും ആ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പം 7 കടമുറികളുണ്ടായിരുന്നു. ആ വലത് സൈഡിൽ 7 കടമുറികളിലായിട്ട് 75,000 രൂപ മാസം വാടക കിട്ടുമായിരുന്നു. 75,000 രൂപ മാസം വാടക കിട്ടുമ്പോൾ ഒരു വർഷം 9 ലക്ഷം രൂപ വാടക കിട്ടിക്കൊണ്ടിരുന്ന കെട്ടിടമാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തെ നോക്കിക്ക് 45 ലക്ഷം രൂപയുടെ വരുമാനം വരുന്ന സാഹചര്യമാണ്. അത് തീർത്തും ഇല്ലാതാക്കിയ സാഹചര്യമുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, അതിന് മറുപടി വിശദീകരിച്ചു തരാം. കമ്മ്യൂണിറ്റി ഹാൾ വിപുലീകരിച്ചു, അത് ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചാൽ മതി, വിമർശനം ഒന്നും കുഴപ്പമില്ല, സത്യം അംഗീകരിക്കാം. ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഹാളിൽ വിപുലീകരണം നടന്നിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ നടന്ന യാഥാർത്ഥ്യം രാഷ്ട്രീയമായ ഇമേജിന് വേണ്ടി ഉയർത്തി കാണിച്ചു. EMSന്റെ പേര് കൊടുത്തു. EMSന്റെ നാമകരണം കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയല്ലേ കേരളത്തിൽ, 57 മുഖ്യമന്ത്രിയാണെന്ന കാര്യം യാതൊരു സംശയം വേണ്ട. ആ കമ്മ്യൂണിറ്റി ഹാൾ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങുവാനും കെട്ടിടം പണിയാനും എല്ലാ സാഹചര്യവും എല്ലാം ചെയ്തു കൊടുത്ത അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ പേര് ആ നാമകരണം ചെയ്യാനായിട്ട് എന്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് ആവശ്യപ്പെട്ടു, മെമ്പർമാർ ആവശ്യപ്പെട്ടപ്പോൾ
അവർ EMSന്റെ പേര് കൊണ്ടുവരാനായിട്ട് നിർദ്ദേശം വന്നേ. നമുക്ക് ആ വിഷയത്തിൽ അതിലൊരു വിഷയമുണ്ട്. ഒരു മിനിറ്റ്. ഉമ്മൻചാണ്ടി സാറ് മരിച്ച ശേഷമാണ് പേരിടുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പേ അതിന്റെ ആ കാര്യങ്ങൾ ചെയ്തു. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിടാൻ പറ്റുമോ? അതെന്ത് ലോജിക്കില്ലാത്ത കാര്യമാണ് പറയുന്നത്. മരണശേഷം പഞ്ചായത്ത് കമ്മിറ്റി അതിന് എത്രയോ നാൾ മുമ്പ് തീരുമാനിച്ചു. ആ തീരുമാനം നിങ്ങൾ ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിക്കുമ്പോ ആരംഭിച്ച ഒരു പദ്ധതിക്ക് അദ്ദേഹത്തിന്റെ പേരിടാനായിട്ട് അതെന്താണ് സിറ്റുവേഷൻ പറയുന്നത്? ഒരാൾ മരിക്കുമെന്ന് കരുതി പേരിടാൻ പറ്റുമോ? അത് തെറ്റാ പറയും. ഞാൻ പറഞ്ഞ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഇടതുപക്ഷത്തിന്റെ 5 വർഷത്തെ ഭരണം രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി പല പദ്ധതികളും കൊണ്ടുവന്നു. പക്ഷെ അതിന് പിന്നിലുള്ള രാഷ്ട്രീയമായ പ്രാധാന്യമാണ് അവർ കണക്കാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് മൊത്തമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയവുമുണ്ട്. കേരളത്തിൻ്റെ ഒരു ദുരവസ്ഥയിലൂടെ കേരളം മുന്നോട്ട് പോകുമ്പോൾ നിത്യനിദാന ചെലവുകൾക്ക് പോലും പണം കടം മേടിക്കേണ്ട ഒരു സർക്കാർ നാട് ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന മുന്നണി 1.8 ലക്ഷം കോടി രൂപയുടെ കടമായിരുന്നു അടുത്ത സർക്കാരിന് കൈമാറിയതേ എങ്കിൽ ഇന്നത് 4.5 ലക്ഷം കോടിയിലേക്ക് ആ കടം എത്തിച്ചു എന്നതിൽ കവിഞ്ഞ് നാട്ടിലെ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും പണം കടമെടുത്തേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന ധനകാര്യ സ്ഥിതിയുടെ മോശമായ അങ്ങേയറ്റത്ത് വന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കടന്നു വന്നിരിക്കുന്നത്. താങ്കൾക്ക് വിചാരിച്ചെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയിരുന്നേനെ. ഓ യെസ്, പറയാം. കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയില്ലെങ്കിൽ ഇവർ ദേശീയപാതയുടെ കാര്യം ഇവിടെ മിടുക്ക് പറയുമോ? ദേശീയപാത വികസനത്തിന് ആവശ്യമായ പണം ആരാണ് നൽകുന്നത്? ഇവിടുത്തെ റെയിൽവേ മേഖല കേന്ദ്രമാണ്. കേന്ദ്രം കൈകാര്യം ചെയ്യേണ്ടിടത്തെല്ലാം കേന്ദ്രം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ചുമ്മാ വന്നിട്ട് കേന്ദ്രം തരുന്നില്ല. കോവിഡ് കാലത്ത് ഈ രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷണം കൊടുത്ത സർക്കാർ കേന്ദ്രമാണ്. ആ കാലത്ത് നമുക്കറിയാം 2 വാക്സിൻ ഒരു ചില്ലി കാശ് പോലും ആരും കൊടുത്തില്ല. അതിലെടുത്തത് ഇവിടെ പറഞ്ഞു. പാത്രം കൊട്ടിയ കാര്യം ഇവിടെ തീർച്ചയായിട്ടും പറയാമല്ലോ. പാത്രം കൊട്ടാനാ നമ്മളോട്. മൈക്ക് ഓണാക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ബഹുമാനായ സുഭാഷ് പറഞ്ഞോളൂ, ഇഷ്ടംപോലെ വിമർശിച്ചോളൂ. വിമർശനം കേൾക്കാനും കൂടിയാണ് വന്ന് നിൽക്കുന്നത്. വിമർശിക്കാൻ മാത്രമല്ല, വിമർശനം കേൾക്കാനും മാത്രമാണ്. ഈ അന്ധൻ ആനയെ കണ്ട പോലെ വന്നിരുന്ന യോഗത്തിൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ എത്രമാത്രം രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമാണ്. അത് വിലയിരുത്തൽ നടക്കുന്നുണ്ട്. അറിവുള്ളവരും വിവരമുള്ളവരും തലച്ചോറ് പണയം വെക്കാത്തവരുമൊക്കെ അതിനെക്കുറിച്ച് വ്യക്തമായ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. അതെന്തും ആവക്കൊള്ളട്ടെ, ഞങ്ങളുടെ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഒന്നും തന്നില്ല എന്ന് പറയുന്നത് അത് ചിലത് മറച്ചു വെക്കാൻ വേണ്ടി പറയുന്ന ചില ആരോപണം മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ഈ ഭാരതത്തിലെ അങ്ങോളം ഇങ്ങോളം ഒന്നായി കണ്ടുകൊണ്ട് കേരളം വേറൊരു രാജ്യമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ദേശീയതയുടെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തെയും ഭാരതീയ ജനതാ പാർട്ടി കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കഴിഞ്ഞ 70 വർഷമായിട്ട് ഈ കേരളം രൂപം കൊണ്ടിട്ട് 70 വർഷമായി. 70 വർഷമായിട്ട് ഇവിടെ ഇടതിനും വലതിനും മാറി മാറി ഭരിച്ച് ഈ രാജ്യത്തിൻ്റെ ഈ നാടിൻ്റെ പൊതുക്കടത്തെക്കുറിച്ച് ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിച്ചു. നിത്യനിദാന ചെലവുകൾക്ക് പോലും പണം കടം മേടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ് ഈ കൊച്ചു കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിലെ ജനതയുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, മാറാത്തത് മാറും എന്നാണ് ഞങ്ങൾ പറയുന്നത്. യാതൊരു സംശയവും വേണ്ട. വികസിത കേരളത്തോടൊപ്പം വികസിത പുതുപ്പള്ളിയും ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. അതിന് വ്യക്തമായ പ്ലാനും പദ്ധതിയും ജനങ്ങളോട് ഞങ്ങൾ പറയുന്നുണ്ട്. വീടാന്തരം കയറിയിറങ്ങി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചു വരിക നേട്ടങ്ങൾ അത് തന്നെയല്ല, എല്ലാ ഗ്രാമങ്ങൾക്കും പ്രയോജനകരമാകുന്ന നിരവധി നേട്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ മുദ്രാ യോജന പോലെയുള്ള പദ്ധതികൾ ഇഷ്ടംപോലെ സഹാക്കന്മാർ അതിൻ്റെ ഗുണം പ്രയോജനപ്പെടുന്നുണ്ട്. തെരുവോര കച്ചവടക്കാർക്ക് 50,000 രൂപ വീതം കൊടുക്കുന്ന പദ്ധതികൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിരവധി. ആയുഷ്മാൻ ഭാരത് എന്തിനാണ് ഇവർ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്? 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായിട്ട് 5 ലക്ഷം രൂപ വരെ കിട്ടുന്ന എല്ലാവർക്കും നിലവിലിരിക്കുന്ന കുറച്ച് പദ്ധതികളുണ്ട്. ആയുഷ്മാൻ ഭാരത് പോലെയുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ, അതുപോലെ പ്രസവിച്ച്
പെൺകുട്ടികൾക്ക് 5000 രൂപ കൊടുക്കുന്നു, രണ്ടാമത്തെ കുട്ടിക്ക് 6000 രൂപ, നിർധനരായ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നു. ഇതെല്ലാം കേന്ദ്രമല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് ഞങ്ങളുടേതാണ്. സൗജന്യ റേഷൻ കൊടുത്താൽ അതും ഞങ്ങളുടേതാണ്. കേന്ദ്രം കൊടുക്കുന്നതെല്ലാം ഞങ്ങളുടേതാണ്. കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചങ്കത്തടിച്ച് വിലപിച്ച് നടക്കുന്ന ഇവരെക്കുറിച്ച് നമുക്ക് എന്ത് പറയാനാ? ജനം വിലയിരുത്തട്ടെ. അതുകൊണ്ട് ജനം വിലയിരുത്തിക്കോട്ടെ. ഏതായാലും ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ പറയുകയാണ്. ഇവർ പറഞ്ഞു അതിദാരിദ്ര്യമില്ലാത്ത നാടാണ് കേരളം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നിങ്ങോട്ട് പോകുന്നപ്പോൾ ഈ ഫോൺ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അച്ചായൻസ് ഗോൾഡുകാരൻ സഞ്ജീൻ തൂക്കി പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നിൽക്കുന്നു ഈ കേരളത്തിൽ. അദ്ദേഹം സർക്കാരിനെ അവമാനിക്കാൻ നിൽക്കുന്നതാണോ? അപ്പോൾ അതിദാരിദ്ര്യമില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുതന്ത്രം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അത് ഫലിക്കുകയില്ല. അതുതന്നെ അത് മാത്രമല്ല, കോൺഗ്രസ്സുകാരെ ഏൽപ്പിച്ച് അവരൊന്നും നടക്കുമോ? നമുക്കറിയാം കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇനി സാഹചര്യവും സന്ദർഭവും വരുവാണെങ്കിൽ ഞാൻ സംസാരിക്കാം. അതുകൊണ്ട് തൽക്കാലം പറയുന്നില്ല. ജനം മുഴുവൻ വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവസരം വരട്ടെ, ഞാൻ ഗിരീഷിന് മറുപടി കൊടുത്തോളാം. ഈ രാജ്യത്തെ ജനത എന്നെ ശ്രവിക്കുന്ന, എന്നെ കാണുന്ന ആളുകൾക്ക് ഞാൻ മറുപടി കൊടുക്കുമോ ഇല്ലയോ എന്നവർക്ക് വ്യക്തതയുണ്ട്. ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, വികസിത കേരളം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനത മാറി ചിന്തിക്കണം. ഇവിടുത്തെ അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങൾ എല്ലാവരുടെയും വികസനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, എല്ലാവരുടെയും അടുത്തേക്ക് വികസനം എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഭരണമാറ്റം കേരളത്തിലുണ്ടാവും. ആ ഭരണമാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇപ്പോൾ 19 വാർഡുകളുണ്ട്. 19 വാർഡുകളുള്ളതിൽ ഈ CPM പാർട്ടി രാഷ്ട്രീയമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായ വെണ്ണിമല ക്ഷേത്രം ഉൾപ്പെടുന്ന വെണ്ണിമല പയ്യപ്പാടി ക്ഷേത്രം, വെണ്ണിമല ക്ഷേത്രം, ആ വെണ്ണിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ കാര്യങ്ങൾക്കും ഈ ഇടതുപക്ഷ ഗവൺമെൻറ് 10 വർഷമായിട്ട് വന്നിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. 10,000-കണക്കിന് ആൾക്കാർ അവിടെ കർക്കിടകവാവ് പ്രമാണിച്ചുള്ള സ്ഥലങ്ങളിൽ വരികയും അവിടെ ബലി അർപ്പിക്കാൻ വരികയും സാഹചര്യമൊക്കെ ഉണ്ട്. ആ പയ്യപ്പാടി മുതൽ അങ്ങോട്ടുള്ള റോഡുകൾ മുഴുവൻ കഴിഞ്ഞ 10 വർഷമായിട്ട് യാതൊരുവിധ മെയിൻ്റനൻസ് ചെയ്യാനായിട്ടുള്ള അവകാശപ്പെട്ട സർക്കാരാണ്. പഞ്ചായത്തിൻ്റെ ഭരണമുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണമുണ്ട്. ആ പ്രദേശം അത്രമാത്രം ബുദ്ധിമുട്ടേറിയ സാഹചര്യം ഉണ്ടായതിന് ഒന്നിനും പ്രതിവിധിയും ഇവർക്ക് പറയാനില്ല. കാര്യം ഞങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രദേശത്തിനെ അവഗണിച്ച ഒരു 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 രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരു കാര്യം കൂടെ അവിടെ നമുക്കറിയാം, ആ കർക്കിടകവാവ് പ്രമാണിച്ചുള്ള സ്ഥലങ്ങളിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പം നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് കൊടുത്ത് അവിടെ ബലിതർപ്പണം നടത്താൻ ലക്ഷക്കണക്കിന് രൂപ ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരുന്നപ്പോൾ കോൺഗ്രസ് വിട്ട് പിണങ്ങി പോയിട്ട് തിരിച്ചു വന്നിട്ട് അധികം നാളായില്ല. 10 വർഷം ഗിരീശൻ കോൺഗ്രസ് വിട്ടു പോയത് ഉമ്മൻചാണ്ടി സാറുമായിട്ട് പിണങ്ങിയാ പോയത്. അല്ല ഗിരീശൻ പറയട്ടെ. വീണ്ടും പറയാം, ആ തീർത്ഥാടന പ്രദേശത്തേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ചാണ്ടിയമ്മൻ MLA 15 ലക്ഷം രൂപ ആ ക്ഷേത്രത്തിന്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് കൽപ്പിച്ചു. വീണ്ടും 1 കോടി രൂപയിലധികം അവിടെ ഫണ്ട് കൊടുക്കാനുള്ള സംവിധാനമായിട്ട് നിങ്ങോട്ട്. അപ്പോൾ പറഞ്ഞ കാര്യം വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിലെ ഈ പൊതുവായി കാണേണ്ട സാഹചര്യങ്ങളും തീർത്ഥാടന സ്ഥലങ്ങളും അങ്ങനെയുള്ള ആ പ്രദേശങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊള്ളാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത്രമാത്രം ആ പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നതിന്റെ സാഹചര്യം. ഇപ്പൊ വെണ്ണിമല ഇവിടെ വെണ്ണിമല ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സമയത്ത് അവിടെ ഒരു കള്ള് ഷോപ്പ് വെച്ചപ്പോൾ ആ പാറക്കടവ് ഒരു ടൂറിസം മേഖലയായിട്ട് എടുക്കാവുന്ന സമയമാണ്. അപ്പോൾ ആ പാർക്കടവിൽ കള്ള് ഷാപ്പ് അവിടെ പൊളിച്ചു കളഞ്ഞ സാഹചര്യമുണ്ട്. വീണ്ടും കള്ള് ഷാപ്പ്. അപ്പൊ അതിനെതിരെ ഒന്നും ഈ ഇടതുപക്ഷത്തിൽ യാതൊരു പ്രതിഷേധവും ഇല്ല. ഗിരീശൻ ഒരു അമ്പ് തൊടുക്കുമ്പോ 9 എണ്ണം നേരെയാ വരുന്നത് സ്വന്തം. ഗിരീശൻ എന്താ പറഞ്ഞത്? ഇവിടെ വികസനമില്ല, അവിടെ വികസനമില്ല. ഈ 5 വർഷം LDF ഭരിച്ച പഞ്ചായത്ത് ഭരണസമിതിയുടെ മാത്രം ഉത്തരവാദിത്തമാണോ ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ കാര്യം? 1/2 നൂറ്റാണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അങ്ങനെയുള്ള മറ്റേ ധനകാര്യ വകുപ്പ് മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി, ആഭ്യന്തര, ഇതൊക്കെ കൈകാര്യം ചെയ്തൊരു മുഖ്യമന്ത്രി ഇരുന്ന ഒരിത് ഞങ്ങളാരും നമ്മുടെ LDF അല്ലല്ലോ ജയിച്ചത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ മകൻ ആ സഹതാപതരം കൊണ്ട് വീണ്ടും ജയിച്ചു.
ഇതിൻ്റെ ഉത്തരവാദിത്വം അവർക്കല്ലേ പ്രധാനമായിട്ടും. ഇപ്പം ഗിരീശൻ തന്നെ പറഞ്ഞു, ഒരു ഗ്രാമപഞ്ചായത്തിന് ആകെയുള്ള ഫണ്ട് എത്രയാണെന്ന് ഗിരീശൻ തന്നെ പറഞ്ഞല്ലോ, കേട്ടില്ലേ നിങ്ങൾ? ആ ഫണ്ട് വെച്ചുകൊണ്ടാണോ ഗിരീശൻ ഈ വികസനത്തെ മുഴുവൻ ഞങ്ങളുടെ തലയെ മാത്രം കെട്ടിവെക്കാൻ നോക്കുന്നത്? ഇദ്ദേഹം ഗിരീശൻ പറഞ്ഞ മുഴുവൻ വികസനത്തിന്റെ പോരായികയുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം UDFന്റെ തലയിലാണ്. നൂറ്റാണ്ടായിട്ട് ഈ മണ്ഡലത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്തില്ലെന്നാണ് ഗിരീശൻ പറഞ്ഞു വെച്ചത്. അതായത് നമ്മൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 8 പഞ്ചായത്തിൽ 6 പഞ്ചായത്താണ് LDP പിടിച്ചടക്കുന്നത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നത്. അപ്പം നമ്മളത് ഇതൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത്. തുടർന്ന് ഒരു 6 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണത്. അപ്പം നമ്മൾ ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലത്. കാരണം ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ജനപ്രതിനിധികൾ ചെയ്യണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ 3 പേരും ഉത്തരവാദപ്പെട്ട ആളുകളാണ്. 3 പേരും 3 മുന്നണിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളാണത്. അപ്പോൾ കാര്യകരമായിട്ട് തന്നെ വേണം നിങ്ങൾ ഈ ചർച്ച. ജ്യോതിഷ, ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിക്കുക. ജ്യോതിഷം കാണുന്നതാണ്. ഇവിടെ കമ്മ്യൂണിറ്റി ഹാള് പണിതു, MLAയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? MLA കണ്ട് നിവേദനം കൊടുത്തു. ഇവിടെ ട്രാഫിക് പ്രശ്നം പരിഹരിച്ചു. ഞാൻ പറയട്ടെ, ഒന്നുമില്ല. ഒരു പങ്കുമില്ല. ഉമ്മൻചാണ്ടി സാറാണെന്നാണ് കമ്മ്യൂണിറ്റി ഹാള് 75 ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് പുനർനിർമ്മിച്ചു. അദ്ദേഹത്തെ സമീപിച്ചു, ഞങ്ങൾ സഹായിച്ചില്ല. മിനി സിവിൽ സ്റ്റേഷൻ അദ്ദേഹത്തെ സമീപിച്ചു, സഹായിച്ചില്ല. ട്രാഫിക് പ്രശ്നം പരിഹരിക്കാൻ ബസ് സ്റ്റാൻഡ് വിപുലീകരണത്തിന് അദ്ദേഹത്തെ സഹായിച്ചില്ല. അല്ല, ഈ വികസനം പറഞ്ഞത് നമ്മൾ വെറുതെ ചർച്ച മുന്നോട്ട് പോയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി ഗിരീശൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി 75 കോടിയുടെ കുടിവെള്ള പദ്ധതി ഈ പഞ്ചായത്തിൽ ആരംഭിച്ചു. ഇവിടെ മാത്രമല്ല, പാമ്പാടിലും വാതാനത്തൊക്കെ നടക്കുന്നുണ്ട്. ഈ കുടിവെള്ള പദ്ധതിയുടെ പറയട്ടെ 75 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി. അല്ല, 75 കോടിയുടെ പദ്ധതി നിങ്ങൾ മറച്ചു വെക്കുന്നത്. ആ 75 കോടി പദ്ധതി ഏതാ പദ്ധതി? ജൽജീവൻ മിഷന്റെ പദ്ധതിയാണോ? ആയിക്കോട്ടെ, ഞാൻ പേരും കൂടെ പറ. അല്ലെന്നേ പറയട്ടെ. നിങ്ങൾ കേന്ദ്രത്തിനും തരുന്നില്ല എന്ന് പറയുമ്പോൾ ഇതുകൂടെ നിങ്ങൾ പറയണം. സുനിൽ ധരിക്കുന്നത് സ്വയം പ്രഖ്യാപിത ഒരു സ്റ്റേറ്റ് അല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളമോ കേരളത്തിൽ എന്ത് നടന്നാലും ഞങ്ങളുടേത്, കേന്ദ്രം നടന്നാൽ ആരുടെയില്ല. അത് നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ്. GST എന്ന് പറഞ്ഞ് നമ്മുടെ പൈസ മുഴുവൻ പിരിച്ചോണ്ട് പോവല്ലേ? GST വിവരവും ബോധമുള്ളവരെ പിടിച്ചു പോയോണ്ട് പോവാണോന്ന്? വിവരവും ബോധമുള്ളത് നിങ്ങൾ ജനങ്ങളെ പോയിട്ട് തരാതിരിക്കുകയും 50% കേന്ദ്രത്തിനും 50% സംസ്ഥാനത്തിനും. ഈ നികുതിയുടെ വിഹിതം സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്. അത് ആ നികുതി വിഹിതം തരുന്നില്ലെന്നുള്ളതാണ്. നികുതി വിഹിതം തരികയെന്ന് ആര് പറഞ്ഞു? നികുതി വിഹിതം തരികയെന്ന് ആര് പറഞ്ഞു? ഇനി ആ കാര്യത്തിലേക്ക് ഒന്ന് പറയട്ടെ. അല്ല, ഈ കാര്യം ഒന്ന് പറയട്ടെ. 75 കോടിയുടെ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് ശ്രമിച്ചോ എന്നുള്ള കാര്യത്തിൽ ഗിരീശൻ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ട് ഗിരീശൻ പറഞ്ഞു ഞാൻ അതിന്റെ ഇടയ്ക്ക് ഏറിയ തെറ്റുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ സമയം തരാം, പക്ഷെ ഇത് മുറിക്കരുത്. അപ്പം 75 കോടിയുടെ പദ്ധതി യാഥാർത്ഥ്യമാകാം. ജ്യോതിഷം അറിയാം, ജ്യോതിഷന്റെ അടുത്താണ് താമസിക്കുന്നത്. ഇവരുടെ കാലത്ത് 50 വർഷമായിട്ട് ഇവിടെ കുടിവെള്ളം ഇല്ല. വലിയ ചർച്ചയാണല്ലോ. പൊങ്ങമ്പാറയിൽ പാറമടയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ആളുകൾ ഇപ്പോഴും ജീവിക്കുന്ന മണ്ഡലമൊന്ന് സ്റ്റേറ്റ് മുഴുവൻ ചർച്ച ചെയ്തത് വസ്തുതയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എന്തെങ്കിലും ഇവിടെ പരിശോധന ചെയ്തിട്ടുണ്ടോ? ഇവിടെയുള്ള കുടിവെള്ള പദ്ധതി മുഴുവൻ ജ്യോതിഷ് നോക്കണം. കുന്നേപ്പറമ്പ് ജില്ലാ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയാണ്. വെണ്ണാശ്ശേരിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയാണ്. സുരേഷ് കുറുപ്പിൻ്റെ MLA ഫണ്ടാണ് തച്ചകുന്നിലെ കുടിവെള്ള പദ്ധതി. ഇങ്ങനെ വിവിധങ്ങളായ പ്രാദേശിക കുടിവെള്ള പദ്ധതി അല്ലാതെ വെള്ളമില്ല, വെള്ളമില്ല. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? ഇവരുടെ കാലത്ത് പറഞ്ഞ ന്യായം, സ്ഥലം ഏറ്റെടുക്കാനായിട്ട് ഉചിതമായി ഉയർന്ന പ്രദേശം കിട്ടുന്നില്ല. ഇവിടെ ആരെയോ പോയി അദ്ദേഹം സമീപിച്ചപ്പോൾ അദ്ദേഹം സ്ഥലത്തിന് 2 കോടി രൂപ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് നടക്കാതിരുന്നുള്ള ന്യായമാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇടപെട്ടു. അത് പഞ്ചായത്ത് ഭരണസമിതിയെ ഞങ്ങളൊക്കെയാണ് സഹായിച്ചത്. ഞങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയെ ഞങ്ങൾ പോയി കണ്ടു, സംസാരിച്ച് ഏകദേശം 35 ലക്ഷം രൂപയുടെ മുടക്കിൽ സ്ഥലം ഏറ്റെടുത്തു. അതിൽ നിങ്ങൾ ഓർക്കണം, 5-6 ലക്ഷം രൂപ ഗുണഭോക്തൃ വീതം ബാക്കി പഞ്ചായത്തും കൊടുത്ത സ്ഥലം ഏറ്റെടുത്ത്. ഗിരീശൻ മുമ്പേ പറഞ്ഞല്ലോ, പഞ്ചായത്തിന്റെ ഫണ്ട് നഷ്ടപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് 35 ലക്ഷം രൂപ പഞ്ചായത്ത് കൊടുത്ത സ്ഥലം ഏറ്റെടുത്തു. ഇവിടെ ഒരു ടാങ്ക്, എരമല്ലൂർ സ്ഥലം ഏറ്റെടുത്തു, ടാങ്ക് പണിയുന്നു. കൈതേപ്പാലം സ്ഥലം ഏറ്റെടുത്ത് ടാങ്ക് പണിയുന്നു. 3 ടാങ്കിലൂടെ 19.5 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിന്റെ പണി തീർത്ത് 10% വർക്കേ ബാക്കിയുള്ളൂ. തിരുവഞ്ചൂർ വരെയുള്ള പൈപ്പിട്ടു. ഈ ടാങ്കിൽ നിന്ന് വീട്ടിലേക്കുള്ള പൈപ്പിട്ടു. ഇത് മുഴുവൻ ഈ പഞ്ചായത്ത് ചെയ്തു. എന്താണ് MLA ഫണ്ട് എന്നൊരു സാധനം ഉണ്ടല്ലോ.
ആസ്തി വികസന ഫണ്ട് എന്നൊരു സാധനം ഉണ്ടല്ലോ, 1 രൂപ ഒന്ന് വിളിച്ചു ചോദിക്കാമല്ലോ, എൻ്റെ മണ്ഡലത്തിൽ ഒരു പദ്ധതി നടക്കുന്നു, ഞാനിവിടെ സഹകരിക്കാം, അല്ലേ? അങ്ങനെ ചെയ്യണ്ടേ? അദ്ദേഹത്തിന് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല, തിരിഞ്ഞു നോക്കിയിട്ട്. പക്ഷേ MLA വിളിക്കുന്നില്ല അദ്ദേഹം പറയുന്നത്. എന്തോ നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സ്ഥലത്ത് MLA ഒന്ന് ക്ഷണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ആയില്ലല്ലോ. അല്ല, പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ അറിയിക്കണ്ടേ? അദ്ദേഹത്തെ അറിയിക്കാതെ നമ്മളിത് ഏകണ്ഠമായി ചെയ്യുമ്പോൾ ജ്യോതിഷിന്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, പദ്ധതി യാഥാർത്ഥ്യമാക്കാതെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നില്ലെന്ന് മനസ്സിലായല്ലോ. കാരണം ഞങ്ങൾക്ക് വേണേൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതൊരു ഉദ്ഘാടനം നടത്താം, ഇനി അല്പം കൂടെ തീരാണല്ലോ, ഞങ്ങൾ ചെയ്തില്ല. പക്ഷേ എല്ലാ പരിപാടിക്കും MLA ക്ഷണിച്ചതിന്റെ രേഖകൾ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. ഞങ്ങൾ ചുമ്മാതെയൊന്നുമല്ല, ഇദ്ദേഹം ഒരു തവണ ഇത് ചെയ്തു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പല പരിപാടികൾക്ക് മുന്നിലും അദ്ദേഹം MLA പ്രതിഷേധം നടത്തുന്നുണ്ടല്ലോ. അദ്ദേഹം എന്താ പ്രതിഷേധം നടത്താൻ കാര്യം? അദ്ദേഹത്തെ വിളിക്കും, അദ്ദേഹത്തെ അധ്യക്ഷനായിട്ട്. ജ്യോതിഷന് തോന്നുന്നുണ്ടോ ഈ നോട്ടീസുകളിൽ അധ്യക്ഷനാക്കി പേര് വെക്കണമെങ്കിൽ അനുവാദം ഇല്ലാതെ ചെയ്യുമോ? ഒരു നോട്ടീസ്. പക്ഷെ MLA പറയുന്നു അദ്ദേഹത്തെ അറിയിക്കാതെ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ വെക്കുന്നു, അദ്ദേഹത്തെ അപമാനിക്കുന്നു എന്നാണ് MLA അവകാശപ്പെടുന്നത്. ജ്യോതിഷിനെ ഞാൻ വന്ന് കണ്ടൊരു കാര്യം പറഞ്ഞു, ജ്യോതിഷ് അത് കേട്ടു. ജ്യോതിഷ് അത് നിഷേധിച്ചാൽ ഞാൻ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തോ വെക്കട്ടെ. സാറേ, എന്നെ പോലെ ഒരു വ്യക്തി അല്ലല്ലോ MLA എന്ന് പറയുന്നത്. MLA ക്ഷണിക്കുമ്പോൾ ഔദ്യോഗികമായി ക്ഷണിക്കണ്ടേ? ഉണ്ട്, ക്ഷണിക്കുന്നുണ്ട്. അതായത് ലോക്കൽ കമ്മിറ്റി, അത് അവർ പറയുന്നത് ലോക്കൽ കമ്മിറ്റി വിളിക്കുന്നവരാണ് MLA ക്ഷണിക്കുന്നതാണ് MLA അവകാശം. അതിന്റെ വസ്തുത എന്നാന്ന് വെച്ചാൽ മന്ത്രിമാര് വരുന്ന ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം അദ്ദേഹത്തിന് അനുവദിക്കുന്നില്ല, അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അതാണ് അതിന്റെ വസ്തുത. ആ കമ്മ്യൂണിറ്റി ഹാള് വാടകയ്ക്ക് പോലും ഇവിടുത്തെ UDF-കാർ എടുക്കത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അത്രയ്ക്ക് വിരോധമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടന്ന എല്ലാം അത് വിരോധം പറയാൻ കാര്യം, അവിടെ 53 വർഷക്കാലമായിട്ട് ഈ നാടിന്റെ MLA ആയിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറ്. അതായത് ഈ നാട്ടിൽ അനേക വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ആ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പേരല്ലേ MLA അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം. നിങ്ങള് ആ കമ്മ്യൂണിറ്റി ഹാളിന്റെ പേര് ശിലാഫലകത്തിനകത്ത് MK സുകുമാരന്റെ അടക്കം പേരിരിക്കുന്ന കണ്ടോ? ഏത് കാലത്താ ആ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത്? MLA-യുടെ കാലത്ത് നിർമ്മിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, MLA-യുടെ ഫണ്ടാണെങ്കിൽ എങ്ങനെയാണ് MK സുകുമാരന്റെ അടക്കമുള്ളവരുടെ പേരാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ അതിലേക്ക് ഇനി എന്തു വായിക്കോട്ടെ, ആര് നിർമ്മിച്ചാലും നിലവിൽ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം അംഗീകരിക്കണ്ടേ? നിലവിൽ അതിന്റെ അവസ്ഥ കണ്ടുകൊണ്ടല്ലേ അത് പുനർനിർമ്മിച്ചത്? അതോ തകർന്ന് ഇവരെന്ത് ചെയ്തു? അതിനകത്ത് 15 ലക്ഷം രൂപ മുടക്കി മീൻ മാർക്കറ്റിനൊരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അത് പൊളിച്ചു കളഞ്ഞു. ആ പൈസ അങ്ങ് പോയി. അതിന്റെ വാതക്കലത്തെ മണ്ണ് മുഴുവൻ ടെൻഡർ എടുത്ത് കുഴിച്ചു ലോറി വന്ന് കയറ്റിക്കൊണ്ടുപോയി. അതെന്തിനു വേണ്ടിയാ? ആ പദ്ധതി എന്തെങ്കിലും നടന്നോ? അത് നിർമ്മിച്ച അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടിക്ക് പുറത്താ, UDF-ന് പുറത്താ. ലക്ഷക്കണക്കിന് രൂപയാണ് ആ കാലത്ത് പഞ്ചായത്ത് ഭരണസമിതി നഷ്ടപ്പെടുത്തിയത്. ഞാൻ ചോദിച്ച ഗിരീശൻ പറഞ്ഞ ഒട്ടും ലോജിക്കില്ലാത്തൊരു കാര്യം പറയാം. ആരെങ്കിലും ഒരാൾ സമ്മതിക്കുവോ അത്രയും മനോഹരമായി ഗാന്ധി പ്രതിമ നിന്ന സ്ഥലത്ത് ചീഞ്ഞു നാറി പുഴുത്ത് മണമായിട്ട് കിടന്ന ഒരു പ്രദേശത്തെ കാലഹരണപ്പെട്ട കെട്ടിടം പൊളിച്ചു മാറ്റി മനോഹരമായ റോഡ് നിർമ്മിച്ചതിനെ അത് പൊളിച്ചത് തെറ്റാണെന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ഞാൻ ആദ്യമായിട്ടാണ്. ഗിരീശൻ അത് സാറേ, അവിടെ ഒരു ഗാന്ധി പ്രതിമ വെക്കുമ്പോൾ അത് ഗാന്ധി പ്രതിമയാണെന്ന് ജനങ്ങൾ എങ്ങനെ തിരിച്ചറിയും? അതാണ് UDF-ന്റെ നേതാക്കന്മാർ പറയുന്നത്. അല്ല, ഗാന്ധി പ്രതിമയാണെന്ന് ഗാന്ധിജി അറിയാവുന്നവർക്കൊക്കെ അല്ലല്ലല്ല. സുഭാഷ് തിരിഞ്ഞിരുന്ന ഫ്രണ്ട് ബാഗ് നോക്കിയാ സുഭാഷ് അത് മനസ്സിലാക്കാൻ പറ്റുമോ? എന്റെ പൊന്ന് ഗിരീഷ്, ഒരാൾ പ്രതിമയില് സുഭാഷാണെന്ന് അറിയാൻ ഗാന്ധി ഇവരുടെ ഭരണകാലത്ത് ഗാന്ധി പ്രതിമ പോയിട്ട് ഒരു കാര്യവും ചെയ്തില്ല. ഇവരെന്തേലും ചെയ്തോ? ഈ ഗാന്ധി പ്രതിമ ഇവർക്ക് സ്ഥാപിക്കാവില്ല. ഇവർ കോൺഗ്രസ് അല്ലേ? ഗാന്ധിജിയുടെ പേര് പറഞ്ഞ് നടക്കുന്ന ഇവർക്ക് പ്രവർത്തനം ഏതാണ്ട് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്ന് എനിക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. ഞാനത് പറഞ്ഞുകൊള്ളട്ടെ. വീണ്ടും ആ കമ്മ്യൂണിറ്റി ഹാളിന്റെ ചുറ്റും കിടന്ന് വട്ടം കറങ്ങാതെ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു വരണം. ഒരു കമ്മ്യൂണിറ്റി ഹാളിന്റെ ദുരവസ്ഥയൊക്കെ ഈ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്. അവിടുത്തെ കഷ്ടതകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഗിരീശൻ പറഞ്ഞ പോലെ മീൻ കച്ചവടം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും നടന്നു പോകാൻ മേലാത്ത ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റി ഹാൾ ദുരവസ്ഥ. അല്ല, ആ അവസ്ഥയെ നമ്മൾ മാനിക്കണം. ഇത് രണ്ടും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. പണ്ട് കമ്മ്യൂണിറ്റി ഹാൾ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ മീൻ വ്യാപാരം തന്നെയായിരുന്നു. മീൻ വ്യാപാരം ആ കാലഘട്ടത്തിൽ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ എനിക്കറിയാം, മീൻ വ്യാപാരം മാറ്റാനായിട്ട് പരിശ്രമം പല സമയത്ത് നടത്തിയിട്ടുണ്ട്. അത് നടന്നിട്ടുമില്ല.
മീൻ വ്യാപാരം മാറി കമ്മ്യൂണിറ്റി ഹാൾ നന്നാകട്ടെ, ജനങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ, അതിനകത്ത് നല്ല കാര്യം ചെയ്തെങ്കിൽ നല്ലതെന്ന് പറയണം. ഇവിടെ സുഭാഷ് പറഞ്ഞു 3 ടാങ്കിൻ്റെ കാര്യം പറഞ്ഞു, ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഞങ്ങൾക്ക് അതിനകത്ത് വിശ്വാസക്കുറവൊന്നുമില്ല. കാരണം ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ടാങ്ക് വേണം, അതിന് വിഹിതം പഞ്ചായത്ത് വേണം, സംസ്ഥാന ഫണ്ട് വേണം, കേന്ദ്ര ഫണ്ട് വേണം, സംയുക്തമായിട്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ്. 2024 ഈ ഗ്രാമത്തിൽ, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തിക്കുക എന്ന് പറയുന്ന വലിയൊരു പദ്ധതി ഇന്ത്യ മഹാരാജ്യം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന് കുറഞ്ഞ പക്ഷം ആ പദ്ധതിയെക്കുറിച്ച് അത് പ്രാവർത്തികമായിട്ടില്ല. UP അടക്കമുള്ള സംസ്ഥാനത്തോടെ കുടിവെള്ളം ഒന്ന് എത്തിക്കും. കേരളത്തിലെ നിങ്ങൾ ഈ കൊച്ചു കേരളത്തിലെല്ലാം കുടിവെള്ളം ഒന്ന് കൊടുക്കുക, അവർക്ക് അത്യാവശ്യം പാർപ്പിടയിലും കൊടുക്കുക, കയറി കിടക്കാൻ ഒരു സ്ഥലം കൊടുക്കുക. നിങ്ങൾ ശരിയാക്കി. നിങ്ങൾ തൊട്ടുതരം പിടിച്ചുള്ള യു പി എന്താ നിങ്ങൾക്ക് അറിയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാമോ? യു പിയിലുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? പിന്നെ വെറുതെ ഇവിടെ യുപിയിലെ കഥ പറയുന്ന കാര്യം. നിങ്ങൾ യു പി എന്താക്കാൻ നോക്കണത്? നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടി കൊച്ചു കേരളം ഉണ്ടാക്കാൻ നിങ്ങൾ നോക്ക്. നിങ്ങൾ എന്താ യു പി ഉണ്ടാക്കാൻ നോക്കുന്നത്? കൊച്ചു കേരളത്തിൽ നിങ്ങളുടെ ഒരു ഡോക്ടർ ഹാരിസ് ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ അത്രയും പഞ്ഞിയും മേടിച്ചോണ്ട് വരാനാ പറയുന്നത്. സിസ്റ്റം തയ്യാറാണെന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വാക്കുകൊണ്ട് കുറ്റപ്പെടുത്താൻ BJPക്ക് അവകാശമില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജീവിതം വളരെ ദുരന്തവും ദയനീയവും. കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് എന്റെ പ്രിയ സുഹൃത്തെ, ജനങ്ങളുടെ വോട്ട് മുഴുവൻ വെട്ടിമാറ്റിയ ശേഷം ഒരു നിയോജകമണ്ഡലത്തിൽ 20,000-ലധികം ആളുകളുടെ വോട്ടാ വെട്ടിമാറ്റിയത്. എന്നിട്ടും ജയിച്ചത് എത്രയാ? 500-നും 600-നും 700-നും വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി ജയിച്ചത്. ഒരു നിയോജകമണ്ഡലത്തിൽ വെട്ടിമാറ്റിയ 20,000 ജയിച്ചതോ? 20,000 വോട്ട് വെട്ടിമാറ്റിയിട്ടും BJP ജയിച്ചത് 500-600 വോട്ടുകൾക്കാണ്. അപ്പം സംഘപരിവാറിന്റെ ആളുകളെ തിരികെ കയറ്റി മറ്റുള്ളവരുടെ വോട്ടുകൾ വെട്ടിമാറ്റി വ്യാജമായി തെരഞ്ഞെടുപ്പിനെ ജയിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന, അതാണ് പറയുന്നത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തരുത് സാർ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തരുത്. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ശരിയാക്കാമെന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനം പോലും നന്നായി ഭരിക്കാൻ കഴിയാതെ കടക്കണിയിലേക്ക് പറഞ്ഞു. ഇപ്പൊ ഇവര് അധികാരത്തിൽ വന്നിട്ടല്ലേ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം? തീവ്രവാദികൾക്കെതിരെ എന്ത് വാഴേടിയായിരുന്നു. ഇപ്പൊ ഡൽഹിയിൽ ഇവർ അധികാരത്തിൽ വന്നു, പോലീസ് സംസ്ഥാനത്തെ അവിടെ ബോംബ് സ്ഫോടനം നടന്ന എത്ര പേര് മരിച്ചു? ഇവരെന്ത് ചെയ്യായിരുന്നു? ഇവരെന്താണ് ചെയ്തത്? ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി BJP അധികാരത്തിൽ വന്ന ശേഷമാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനവും ബോംബ് സ്ഫോടനവും ഡൽഹിയിൽ BJP വന്നു, ആം ആദ്മി പാർട്ടി പോയി, അവിടെ സ്ഫോടനം നടന്നു. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരുടെ കാലത്ത് തീവ്രവാദികളെ പറ്റുന്നില്ല എന്നതാണ് സത്യം. നിരുത്തരവാദപരമായ സമീപനം, മറ്റൊരാളെ കൊണ്ട് സംസാരിപ്പിക്കില്ല, ഒരു മര്യാദ കേട്ടോ പരിപാടിയെ കേട്ടോ, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഓരോ കാര്യത്തെക്കുറിച്ച് സുഭാഷ് പി വർഗീസ് പറഞ്ഞു, സുനിൽ അത് അഡ്മിറ്റ് ചെയ്തു. കുടിവെള്ള പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. കുടിവെള്ള പദ്ധതിയും പൈപ്പ് ലൈനും വിട്ടു, ഫണ്ട് അനുവദിച്ച് ഇവിടം വരെ വന്നു കിടക്കുകയായിരുന്നു. ഇവരുടെ കാലത്ത് എവിടെ വന്ന് കിടന്നു? ടാങ്ക് പണിയാ സ്ഥലം പോലും എടുക്കാൻ വെറുതെ എന്റെ ഗിരീഷേ ജ്യോതിഷേ, ഏറ്റവും ഈ ചർച്ചയിലെ ഏറ്റവും വലിയ കോമഡിയാണ് കുടിവെള്ളത്തിന്റെ പൈപ്പ് നിങ്ങൾ മിറ്റം സുഭാഷ് പി വർഗീസ് ശ്രദ്ധിക്കുക. ഏതായാലും ഒരു കാര്യം സുഭാഷ് പി വർഗീസ് പറയാൻ പറ്റുമോ? ഈ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഇട്ടതും ഇവിടെ കൊണ്ട് ടാങ്ക് ഒഴിപ്പിച്ചതും ഈ സമയം വരെയുള്ള മുഴുവൻ ഫണ്ടും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വല്ല ആണോ? പറഞ്ഞു. അല്ലല്ലോ. 35 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് കൊടുത്ത് സ്ഥലം ഏറ്റെടുത്തു. 75 കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുത്തു. ഈ 5 വർഷം കൊണ്ട് പ്ലീസ് ഈ 5 വർഷത്തെ ഭരണപരാജയത്തെ കുറിച്ച് പറയാം. ഇവർ ഈ കുടിവെള്ള പദ്ധതിയുടെ കാര്യം പറഞ്ഞു. 5 വർഷം ഭരണം തുടങ്ങിയ സമയത്തെ പൈപ്പ് ലൈൻ പൊട്ടി. ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചു. നമ്മുടെ റോഡുകളിലെ PW റോഡ് കട്ട് ചെയ്യണം. പറഞ്ഞു സുഭാഷ്, ഇവർക്ക് ഒരു പണിയില്ല. ഞങ്ങൾ ആ റോഡിലൂടെ ചെയ്തു പറഞ്ഞു കേക്ക്. ഇല്ലാത്ത ഭരണസമിതിയാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു കേക്ക്. ഞാൻ പറഞ്ഞതിന് ശേഷം സുഭാഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ അത് തെറ്റുണ്ടെങ്കിൽ വിശദീകരിച്ചു, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഈ കുടിവെള്ള പദ്ധതി പറഞ്ഞു, യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി പറഞ്ഞു. പദ്ധതി ഇട്ടുതരാം. ഇവരുടെ കാലത്ത് ടാങ്കിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയെന്നുള്ളത് വാസ്തവമാണ്, അത് അംഗീകരിക്കുന്നു. അതല്ലാതെ ഒരു കാര്യവും ഇവരെ കൊണ്ട് ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ കൊണ്ട് 5 വർഷം കൊണ്ട്
എന്താ ഗിരീഷ വസ്തുത അംഗീകരിക്കുക ഗിരീഷ? 5 വർഷത്തെ ഭരണം നിങ്ങളുടെ മെമ്പർമാരെല്ലാം സ്റ്റേജ് ഇരിപ്പുണ്ടായിരുന്നല്ലോ ഇത് പ്രസംഗിച്ചപ്പോ. 5 അംഗീകരിച്ചല്ലോ. 5 വർഷത്തെ ഭരണം കൊണ്ട് ഈ ടാങ്കിന്റെ സ്ഥലം കണ്ടെത്തിയത് ഈ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്തിന് ഭരണകാലം. അത് അംഗീകരിക്കുന്നു. പണിത കോൺട്രാക്ടർക്ക് പണം കൊടുത്തു. ആ വിഷയം വിട്. എല്ലാവർക്കും കോൺട്രാക്ട് വീണ്ടും പറഞ്ഞു തരാം. അത് കേട്ടോ, കോൺട്രാക്ടറാ പണിതെന്ന് വീണ്ടും പറഞ്ഞു തരാം. പിന്നെ സ്വന്തമായിട്ട് പ്രസിഡന്റിന് പണിയാ. ഗിരീശനെ മറച്ചു വെക്കണ്ട. പിന്നെ ഗിരീഷൻ ജൽജീവൻ മിഷൻ മോദി സർക്കാരിന്റെ പദ്ധതിയാ. 50% കേന്ദ്ര ഗവൺമെന്റിയാ, ബാക്കി 50% നിങ്ങൾ പിടിച്ചോ. ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടില്ലായ്മ കൊണ്ട് ടെൻഡർ ചെയ്ത ഈ വർക്ക് മുഴുവൻ മുടങ്ങിക്കിടക്കുക. നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നല്ലോ ഇതൊക്കെ. 5 വർഷമായി ഭരണം തുടങ്ങിയ ഈ ട്രാഫിക് പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ 5 വർഷമായി ഭരണം തുടങ്ങിയ ആ നിമിഷം പഞ്ചായത്തിലെ മുഴുവൻ വഴികളും വെട്ടിപ്പൊളിച്ചു. പൈപ്പ് ലൈൻ ഇടാനും ഈ നിമിഷം വരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. രാവിലെ ഒരു പ്രസിഡന്റ്, വൈകിട്ട് ഒരു പ്രസിഡന്റ്. 5 വർഷം അവസാനിച്ചിട്ട് സുഭാഷ് ഈ UDF ഭരിക്കുമ്പോ പ്രസിഡന്റ് സ്ഥാനത്ത് ഷിഫ്റ്റാ. രാവിലെ ഒരാൾ ഉച്ച കഴിച്ചാണ് നമ്മൾ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്ത്. 5 വർഷം നിങ്ങൾ ഈ വഴി മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ടിട്ട് ഈ ചെയ്ത് തീർക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? നിങ്ങൾ ഇട്ടെറിഞ്ഞു പോവാണോ? അപ്പൊ നിങ്ങൾ 5 വർഷം ഞങ്ങള് പൊന്നമ്മയന്ത്രനെ വെച്ചോ ഒറ്റയാള് പ്രസിഡന്റ്. ഐക്യത്തോടു കൂടി സ്റ്റേബിളായി ഉറപ്പുള്ള ഒരു രണ്ടാളോ എന്നുള്ളതല്ല. അതിന്റെ പിൻസീറ്റ് ഡ്രൈവിംഗ് കൊണ്ട് കാര്യങ്ങള് നിങ്ങൾ എങ്ങനെയെങ്കിലും വികസനം നടന്നതിന്റെ പിൻസീറ്റ് എന്തിനാ? ഒരു പഞ്ചായത്തോ ഗവൺമെന്റോ വന്നാൽ അതിന്റെ പിന്നിൽ LDF ആയിരിക്കും. അതിന്റെ വികസന പ്ലാൻ തയ്യാറാക്കും. തെറ്റൂല. യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിച്ചു. അപ്പം പറഞ്ഞത് ഈ 5 വർഷം ഭരണം തുടങ്ങിയ സമയത്ത് യുവാ പഞ്ചായത്ത് ഈ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചു. വെട്ടിപ്പൊളിക്കുമ്പോൾ ഒരു ഈ റോഡുകൾ വെട്ടിപ്പൊളിക്കുമ്പോൾ വ്യക്തമായ ഒരു എഗ്രിമെന്റ് വ്യവസ്ഥ വെക്കണമായിരുന്നു. ഈ പഞ്ചായത്തിന് ഇന്ന ദിവസത്തിൽ ചെയ്യാമെന്നുള്ള ഗ്യാരണ്ടി വ്യവസ്ഥ കൊടുക്കണം. ഇത് യാതൊരു വ്യവസ്ഥയും എഗ്രിമെന്റും വെക്കാതെയാണ് ചെയ്തു കൊടുത്തത്. ഇപ്പം നമ്മൾ മിനിമം ഒരു വാട്ടർ കണക്ഷൻ എടുക്കാൻ പോലും റോഡ് കട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമായ സെക്യൂരിറ്റി പൈസ അടച്ച് മാത്രമേ പെർമിഷൻ കിട്ടത്തുള്ളൂ. ഈ PWD ഈ അനുവാദം കൊടുത്തത് ഈ ഇടതുപക്ഷം ഇങ്ങോട്ട് ഗവൺമെൻറ് വന്നപ്പം ആ ഇടതുപക്ഷത്തിൻ്റെതായ പരാജയം, ആ വികസന കാര്യമാണ്, വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് തടസ്സം പാടില്ല എന്നും പറഞ്ഞാണ് അനുവാദം കൊടുത്തത്. അതിൻ്റെ ദുരിതം 5 വർഷമായിട്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ ഇടത്തൊണ്ടുകളിൽ പൊളിയും പൈപ്പ് ലൈൻ എത്തുന്ന സ്ഥലങ്ങളെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുക. അതിന് ഉത്തരവാദിത്വം ഇത്രമാത്രം ദുർഘടമാക്കിയതിൻ്റെ ഉത്തരവാദിത്വം 100% ഈ LDFന്റെ സർക്കാരിനുള്ളതാണ്, പഞ്ചായത്തിനുള്ളതാണ്. അവരുടെ കഴിവുകേടെന്നാണ് പറഞ്ഞ് വീണ്ടും നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാര്യം അതാ പറഞ്ഞത്. കുടിവെള്ളത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറഞ്ഞത് ഈ 5 വർഷം ദുരിതപൂർണമായ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് വെള്ളവും വെളിച്ചവും വഴിയുമാണ്. അത് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യമാണിത്. ഒരു ടാങ്ക് കെട്ടാൻ വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു എന്ന് മാത്രം ചെയ്തു. അത് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. 5 വർഷത്തെ ഒരു ഭരണം കൊണ്ട് 10 സെന്റ് സ്ഥലമെങ്കിലും കണ്ടെത്തി ഒരു ടാങ്ക് അത് അവർ ചെയ്ത കാര്യം. ഇടതുപക്ഷത്തിന്റെ കാര്യത്തിൽ ടാങ്കിന് സ്ഥലം കണ്ടെത്തി ടാങ്ക് കെട്ടി, ബാക്കി ഒരു കാര്യങ്ങൾക്ക് ചെയ്ത് സാധിച്ചില്ല. പക്ഷെ പിന്നീട് 5 വർഷമായി ഈ പൈപ്പ് ലൈൻ വെട്ടിക്കുഴിച്ചിട്ടിട്ട് പോയി. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഈ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞു. ഈ തോട്ടക്കാട് ആശുപത്രി അവിടെ കിടക്കുന്നു. ഈ ഒരു 150 കിടക്ക രോഗികളുടെ ഒരു ആശുപത്രിയായിരുന്നു. ഇപ്പോൾ അവിടെ ചെന്ന് നോക്കിയോ, നിങ്ങൾ തന്നെ അവിടെ ചാനലുകാർ തന്നെ അവിടെ ചെന്ന് നോക്കിയേ, അവിടെ കിടപ്പ് രോഗികൾ ഒരാൾ പോലുമില്ല. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ ദുരിതം കൊണ്ടുണ്ടായ സംഭവം. സംസ്ഥാന സർക്കാരിൻ്റെ നയം കൊണ്ട് ഡോക്ടർമാരില്ല, അവിടെ മരുന്നില്ല, അവർ ചികിത്സയ്ക്ക് സൗകര്യങ്ങളില്ല, സംവിധാനങ്ങളില്ല, അനുബന്ധ ബുദ്ധിമുട്ടുകൾ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിയന്ത്രണമുണ്ട്. പക്ഷേ എന്താ, സംസ്ഥാന സർക്കാരിൻ്റെ പരാജയം, ബ്ലോക്കിന്റെ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ അവിടെ അനേക രോഗികൾ ട്രീറ്റ്മെന്റ് കൊടുത്തൊരു ഹോസ്പിറ്റലാണ് തോട്ടക്കാട് ആശുപത്രി. അത് വിസ്മരിക്കാൻ കഴിയില്ല. അയ്യോ, നമുക്ക് വെള്ളപ്പൊക്കവും ദുരിതാശ്വാസം അത്യാഹിത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ ഒത്തിരി സങ്കേതങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ സ്കൂളുകളൊക്കെ ഏറ്റെടുത്ത് ചികിത്സ നടത്താറുണ്ട്. അതൊക്കെ ശരിയാണ്, അതിനൊന്നും എതിര് പറയുന്നില്ല. പക്ഷേ സ്ഥിരമായിട്ട് നമ്മൾ ഈ ആരോഗ്യ മേഖല വേണമെന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ, സുഭാഷ് പറഞ്ഞല്ലോ, 1600 രൂപ 2000 രൂപ പെൻഷനാക്കി കൊടുത്തപ്പോൾ ക്ഷേമ പെൻഷൻ കൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികളെല്ലാം വല്യപ്പന്മാരോട് വളരെ സ്നേഹം കാണിക്കുന്നുണ്ട്. ഒരു പരിധി പൈസ കിട്ടുന്ന ഒരു സ്നേഹം തന്നെ. പൈസ കൊടുത്തു, കൊടുത്തു. അത് സ്നേഹം തന്നെ. ഞാൻ അത് അംഗീകരിച്ചു. ആ പെൻഷൻ കൊടുത്ത കാര്യം അംഗീകരിച്ചു.
അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ആ പ്രായമായ ആൾക്കാർ അവരുടെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ചികിത്സയ്ക്ക് വേണ്ടി ഒരു തോട്ടക്കാട് ആശുപത്രി ചികിത്സയ്ക്ക് ചെല്ലുമായിരുന്നുവെങ്കിൽ അവർക്ക് ഒരു വർഷം അവരുടെ കുടുംബാംഗങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി 1 ലക്ഷം രൂപയിലധികം പ്രൈവറ്റ് ആശുപത്രി കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രവും ചികിത്സാ രംഗവും സജീവമായിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ടവർ പ്രൈവറ്റ് ആശുപത്രി പോകുമായിരുന്നോ? ഈ 20,000 രൂപ പെൻഷൻ കൊടുക്കുന്നതാണോ 1 ലക്ഷം രൂപ പ്രൈവറ്റ് ആശുപത്രി ചികിത്സയ്ക്ക് പോകുന്നതാണോ? ഈ താരതമ്യം നോക്കിക്കേ സാമ്പത്തികം. വീണ്ടും നോക്കൂ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യം എന്താണ്? കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും അവരുടെ ആരോഗ്യ ചെലവുമാണ്, ചികിത്സാ ചെലവുമാണ്. ആ ചികിത്സാ ചെലവ് വൻതോതിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ ഭരിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ ചെന്നാൽ നമുക്ക് വേണമെങ്കിൽ പ്രൗഢിക്ക് വേണ്ടി പറയാം, ഇവിടുത്തെ മന്ത്രിക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും, അവിടെ വലിയ കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ചെല്ലുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടുന്നുണ്ടാകാം. പക്ഷേ ഡോക്ടർമാരുടെ പരിമിതികൾ, മരുന്നില്ല. അവിടെ ഒരു ഓപ്പറേഷൻ വേണമെങ്കിൽ 6 മാസം 1 വർഷം കാത്തിരിക്കണം. ഒരു സ്കാനിങ് വേണമെങ്കിൽ കാത്തിരിക്കണം. സുഭാഷ് നിഷേധിക്കാൻ പറ്റുമോ? സുഭാഷ് തന്നെ ഓരോ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഡേറ്റ് കിട്ടാൻ നോക്കിയപ്പോൾ വർഷം കഴിഞ്ഞാലേ കിട്ടുകയുള്ളെന്ന് സുഭാഷ് പറഞ്ഞു. മന്ത്രിയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്താലും നടക്കത്തില്ല എന്ന് പറഞ്ഞു. ആ പാവപ്പെട്ടവർ നാട് മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ഫണ്ട് പിരിവിന് പോകണം. ആ സാഹചര്യം എത്തിച്ചത് എന്താണ്? ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ്. അപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി യാതൊരു സഹായമില്ല. പെൻഷൻ 2,000 രൂപ കൊടുക്കുക, 1 ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുക. അപ്പം ഈ സർക്കാർ പരാജയമാണോ? വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, വിദ്യാഭ്യാസ ചെലവ് ഈ സർക്കാർ വന്ന 10 വർഷത്തിന് ശേഷം ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഈ ചികിത്സാ ചെലവും 2,000 പെൻഷൻ കൊടുക്കുന്നത് മോശമാണോ? അയ്യോ, അതല്ല പറഞ്ഞത്. നമ്മൾ 2,000 രൂപ പെൻഷൻ കൊടുത്തുവെന്ന് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ അതേ കുടുംബം വിറ്റിട്ടും വസ്തു പണയം വെച്ചിട്ട് ചികിത്സയ്ക്ക് ആശുപത്രി പോകുന്നു. ആശുപത്രി അവകാശമല്ലേ? അതൊരു അവകാശമല്ലേ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന? അത് ഏത് ഗവൺമെന്റും ആയിക്കോട്ടെ, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു അവകാശമല്ലേ ഒരു പൗരന്? എന്താ ഈ 2,000 രൂപ എന്ന് പറയുന്നത്? 2,000 രൂപ കൊടുക്കുന്നത് കൊണ്ട് ചെയ്യുമ്പോൾ 2,000 രൂപയുടെ സഹായമുണ്ട്. പക്ഷേ അതേ കുടുംബം 1 ലക്ഷം രൂപയുടെ നഷ്ടം സഹിക്കുക, ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ്. അതേ കുടുംബത്തിന് സൗജന്യമായിട്ട് മരുന്ന് കിട്ടുക. സൗജന്യമായിട്ട് നല്ലൊരു ഗവൺമെന്റ് പഞ്ചായത്തിന്റെ തൊട്ടടുത്തൊരു ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെ ചെന്ന് നിങ്ങളൊന്ന് ഡോക്ടറെ കാണാം, ഫ്രീ ആയിട്ട് മരുന്ന് മേടിച്ചോണ്ട് ആളുകൾ പോകും. കൈക്കൂലി കൊടുക്കും. ചെറിയ ഈ വേലകൾ ചെയ്ത് വോട്ട് മേടിക്കാൻ വേണ്ടി പെൻഷൻ 2,000 നല്ല തുക തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. അതിനെ കൈക്കൂലി എന്നാണ് പറയുന്നത്. ഈ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മിനിറ്റ്, ഈ പെൻഷൻ കൊടുക്കുന്ന ഈ കാര്യം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അല്ല, പെൻഷൻ കൈക്കൂലിയാന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇവരുടെ വലിയ നേതാവും പറഞ്ഞ പെൻഷൻ കൈക്കൂലിയാണ്. 2,000 കൊടുക്കുന്ന പെൻഷൻ കൈക്കൂലിയല്ല, അവരുടെ അവകാശമാണ്. 2,000 രൂപ പെൻഷൻ കിട്ടുന്ന കുടുംബക്കാരന് അത് പിൻവലിക്കുവോ ഗിരീശൻ? പെൻഷൻ കൈക്കൂലിയാന്ന് പറഞ്ഞത് പിൻവലിക്കുവോ? 1 ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ ഇവരുടെ സർക്കാർ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞത് പറഞ്ഞാലും ആരോഗ്യ മേഖല അത് വിടാൻ പറ്റുന്ന കാര്യമല്ല, അത് തെറ്റാണ്. പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞത് പിൻവലിക്കുന്നുണ്ടോ? വീണ്ടും പറഞ്ഞുതരാം. ഇവർക്ക് നിർമ്മാണ ചെലവിന് ഇടതുപക്ഷത്തിന് വലിയ താല്പര്യമുണ്ട്. ഇപ്പൊ സുഭാഷ് പറഞ്ഞല്ലോ, കിഡ്ഫിയുടെ ഫണ്ട് ഉപയോഗിച്ച് 7 കോടി രൂപ സെന്റ് ജോർജ് സ്കൂൾ പണിതു. കെട്ടിടം പണിത് നല്ല കാര്യമാണ്. നിങ്ങൾ തന്നെ പണിയാഞ്ഞില്ല, നിങ്ങളുടെ കാലത്ത് തന്നെ പണിയാഞ്ഞ്. ഇവിടെ മന്ത്രി മുഖ്യമന്ത്രി കേട്ടിട്ട് പറഞ്ഞു, ഈ 7 കോടി രൂപ വെച്ച് എന്തും ചെയ്യാതിരിക്കുക, ചെയ്യുന്നതിനെ മറ്റു രീതിയിൽ ആക്ഷേപിക്കും. പറയാം, 2,500 കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂളാണ് സെന്റ് ജോർജ് സ്കൂള്. അതിന് 7 കോടി രൂപ പണിതപ്പോൾ ആ കെട്ടിടങ്ങളുടെ മോശമായ കെട്ടിടങ്ങളൊക്കെ പണിത് നല്ല കെട്ടിടങ്ങളൊക്കെ വന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവിടെ കൂടുതൽ വിദ്യാഭ്യാസത്തിലുള്ള സാഹചര്യങ്ങളും അനുബന്ധ വിഷയങ്ങളും ഉണ്ടാക്കി കുട്ടികളെ ആകർഷിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമായിരുന്നു. അവിടെ ഇപ്പം നമ്മളെല്ലാവരും ചേർന്നാണ് ആളുകളെ ആകർഷിക്കാൻ കാര്യങ്ങൾ ഇടപെടുന്നത്. ഇപ്പം 67 പിള്ളേരാണ് പഠിക്കുന്നത്, ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. ഒരു സെക്ഷനിൽ 110 പിള്ളേർ, ആകെ 147 പിള്ളേരാണ് ഈ വലിയ ബിൽഡിംഗ്. നിങ്ങളുടെ കാലത്ത് അടച്ചുപൂട്ടുകയും ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ആളുകൾ പോയതാ. ഇപ്പൊ തിരിച്ചു വരാൻ തുടങ്ങി ഗവൺമെന്റ് സ്കൂളിലോട്ട് കുട്ടികൾ. ഇവരുടെ കാലത്ത് ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് എല്ലാവരും സ്കൂൾ ഉപേക്ഷിച്ചു പോയി. കാരണം കെട്ടിടമില്ല, ക്ലാസ് റൂം ഇല്ല, നല്ല ബിൽഡിംഗ് ഇല്ല. ഇപ്പൊ തിരിച്ചു വരാൻ തുടങ്ങിയ ആളുകൾ. ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഈ സർക്കാരിന്റെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളിലൂടെ ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ 600 കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്. 600 കുട്ടികൾക്ക് പഠിക്കുന്ന അധ്യാപകരുടെ ശമ്പളവും അവരുടെ ഗ്രാൻറ്റും കൂടെ കൂട്ടിയാൽ
ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവിന് സർക്കാരിന് എത്ര രൂപ ചെലവുണ്ടെന്ന് സുഭാഷ് മനസ്സിലാവും? വിദ്യാഭ്യാസ മേഖലയിൽ പണം മുടക്കണ്ടെന്നാണ് ഗിരീശൻ പറഞ്ഞു വെക്കുന്നത്. ഒരു കുട്ടിക്ക് 600 അല്ല 6 കുട്ടികളാണെങ്കിലും അവരെ സംരക്ഷിക്കണം. അങ്ങനെയല്ല പറയേണ്ടത്. 600 അല്ല 6 കുട്ടികളാണെങ്കിലും അവരെ സംരക്ഷിക്കാനുള്ള കാര്യം സർക്കാർ ചെയ്യും. അതെന്ത് നഷ്ടം വന്നാലും ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ രംഗത്തും ലാഭം നോക്കിയിട്ടല്ല ഗവൺമെന്റ് ഇടപെടുന്നത്. അത് നമ്മുടെ കടമയാണ്. നിങ്ങൾ പറയുന്നത് എന്താണ്? കച്ചവടമാണ്, ലാഭമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് സ്കൂളിന് പണം മുടക്കെന്ന് പറയുന്നത്? എന്തൊരു ന്യായമില്ലാത്ത കാര്യമാണ് ഗിരീഷ. ഗിരീഷിനെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് ഒരിക്കലും പറയാൻ പാടില്ല. ഒരു കുട്ടിക്ക് 1.25 ലക്ഷം രൂപ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഒരു കുട്ടിയാണേലും ഞങ്ങൾ സംരക്ഷിക്കും. ഒരു കുട്ടിയാണേലും നിങ്ങൾ അടച്ചുപൂട്ടിയാൽ അവസാന ശ്വാസം വരെ സർക്കാർ സ്കൂളുകളെ സംരക്ഷിക്കാനുള്ള കാര്യം ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങൾ സേവന മേഖലയെ കുറിച്ച് ആ കാഴ്ചപ്പാടിൽ കാണുക, വ്യാവസായിക മേഖലയെ കുറിച്ച് അതേ രീതിയിൽ കാണുക. ഓരോ മേഖലയ്ക്കും ഇതിന്റെ മറുപടി ഒന്ന് പറയാനാ ഗിരീഷ്. അല്ല, ഇതുവരെ എന്നിലേക്ക് വന്നില്ല. ഗിരീഷിന് കൊടുത്തു. വിഷയം പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടിട്ട് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ സർക്കാരിന്റെ വിദ്യാഭ്യാസ ചെലവെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിന്റെ അകത്ത് 2 ലക്ഷം കോടി രൂപയോ അടുത്ത് വരുന്നുള്ള സംസ്ഥാന ബഡ്ജറ്റിന്റെ തുക. ശരിയാണോ സുഭാഷേ? പറഞ്ഞു. 2 ലക്ഷം കോടി രൂപ അടുത്തേ വരുന്നുള്ള സംസ്ഥാന സർക്കാർ. നിങ്ങളുടെ കാലത്തെ ബഡ്ജറ്റ് എത്രയായിരുന്നു? എനിക്ക് പറയാം. സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റ് വർദ്ധിച്ചല്ലോ. അത് ഗിരീഷൻ സമ്മതിച്ചോ? നിങ്ങളുടെ കാലത്തെ ബഡ്ജറ്റ് തുക പറഞ്ഞേ. ഞങ്ങളുടെ ബഡ്ജറ്റ് തുക എത്രയായി വർദ്ധിച്ചു? ഏതൊക്കെ മേഖലയിൽ ഞങ്ങൾ പൈസ കൊടുത്തെന്ന് ഗിരീഷൻ തന്നെ സ്ഥാപിക്കുക. 67,000 കോടി രൂപയാണ് വിദ്യാഭ്യാസ ചെലവ് സംസ്ഥാന സർക്കാരിനത്. കഴിഞ്ഞ 3 ലക്ഷത്തോളം അധ്യാപകരും പെൻഷൻകാരെയും കൂടെ കൊടുക്കുന്നതിന്റെ തുക ഒരു വർഷം വിദ്യാഭ്യാസ മേഖല ഉപേക്ഷിക്കാനാണ് ഗിരീഷൻ പറയുന്നത്. ഈ സർക്കാർ 10 വർഷമായിട്ട് ഉച്ചഭക്ഷണം കൊടുക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മളോട് പറയാണ് നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയുടെ ചെലവ് ചുരുക്കാമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാന്റ് കിട്ടുമായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ഇവരെന്തിനാ പിന്മാറിയത്? PM ശ്രീ പദ്ധതിയിൽ ഇവരെന്തിനാ പിന്മാറിയത്? എത്ര കോടി രൂപയാണ് നഷ്ടം? പ്രതിവർഷം 360 സ്കൂളുകൾക്ക് ഒരു വർഷം 1 കോടി രൂപ വെച്ച് 2 വർഷം നടത്തിയത് നഷ്ടപ്പെടുത്തിയത് 600 കോടി രൂപയാണ്. അറിയാവോ? ആ ഒരു പദ്ധതിക്ക് വേണ്ടി മാത്രം സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടിയാ. ഈ സഖാക്കന്മാരുടെ കുട്ടികളൊക്കെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പോയി ഈ PM ശ്രീയിൽ പഠിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. സാധാരണക്കാരുടെ പിള്ളേർ PM ശ്രീ പഠിക്കരുത്. ഇവരുടെ നേതാക്കന്മാരുടെ കുട്ടികളെല്ലാം കേന്ദ്രീയ വിദ്യാലയത്തിൽ ക്യൂ നിൽക്കുക അഡ്മിഷന് വേണ്ടി. എന്തിനാ? PM ശ്രീ പഠിപ്പിക്കാൻ വേണ്ടി. ഈ ഇരട്ടത്താപ്പ് നമുക്ക് നേരം മനസ്സിലാക്കാൻ എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ പറയട്ടെ, ഈ രാവണൻ കൊണ്ടുപോയ പുഷ്പവിമാനമാണ് ആദ്യത്തെ വിമാനമെന്നും ആദ്യം ശൂന്യാകാശത്തിൽ പോയത് ഹനുമാനാണെന്നും പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം കേരളത്തിൽ പഠിപ്പിക്കാൻ അല്പം പാടുണ്ട്. സർവർക്കറെ പറ്റിയും ഗാന്ധിജിയെ ഞാൻ പറഞ്ഞോട്ടെ, ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവരെ ന്യായീകരിക്കാനും ഒന്നും വിദ്യാഭ്യാസം കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. സാധ്യമായ കാലത്തോളം ഞങ്ങൾ അതിനെ എതിർത്തുകൊണ്ടിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഇനിയും 2-3 കാര്യം ഗിരീഷ്. ആയുഷ്മാൻ മന്ദിർ എന്ന പേരിടണ വേറെ ആളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് എല്ലാ ആശുപത്രിയുടെയും മുമ്പിൽ ആയുഷ്മാൻ അതുപോലെ മന്ദിർ അവിടെ എല്ലാം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് എല്ലാ സ്കൂളിന്റെയും പണിയുന്ന വീടിന്റെ മുമ്പിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണമെന്ന് ഇന്നലെ മമത പറഞ്ഞു ഇവിടെ ലൈഫിന്റെ വീടിന്റെ മുന്നിൽ മുഖ്യമന്ത്രിയുടെ പടം വെക്കുന്നുണ്ടോ? വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങള്, വിദ്യാഭ്യാസത്തിന് കിട്ടാനുള്ള ഫണ്ട്, പാവപ്പെട്ടവന്റെ ഫണ്ട് നഷ്ടപ്പെടുത്തുന്ന ഈ പദ്ധതി ഇടതുപക്ഷ സർക്കാർ നിർത്താം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറുപടിക്കുള്ള സമയമാണ്. ഇവരുടെ കാലത്ത് 14 വീട് കൊടുത്തു. ഞങ്ങൾ കൊടുത്ത 130 വീട് ഈ പഞ്ചായത്തിൽ 5 വർഷം. ഇവർ കൊടുത്ത 14. ലൈഫ് മിഷന്റെ കാര്യം പറഞ്ഞോ? സംസ്ഥാന ഗവൺമെന്റ് ലൈഫ് മിഷന് കൊടുത്ത ഫണ്ടിൽ നിന്ന് 185 കോടി രൂപ കുറച്ചു. എന്താ 185 കോടി രൂപ കുറച്ചാ കൊടുത്ത സംസ്ഥാന ഗവൺമെന്റ്? ഈ ലൈഫ് മിഷന് 185 കോടി രൂപ കുറയ്ക്കും. ആദ്യം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, വിട്ടുപോകും. മറുപടി പറയണമെങ്കിൽ തുടരെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. സമയം തന്നാലേ പറയാം. 185 കോടി രൂപ ജ്യോതിഷി ചോദിച്ചു, ഗിരീശൻ ചോദിച്ചു, ഇപ്പൊ ഒത്തിരി കാര്യം എന്നോട് ചോദിച്ചു വെച്ചിരിക്കുക. എനിക്ക് അവസരവും തരാതെ പറയാൻ പറ്റുമോ? ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ നിർത്തിയ പരിപാടിയാണ്. ഈ പരിപാടി അവർ അവസാനിപ്പിച്ച ഈ ഗവൺമെന്റ് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 4.5 ലക്ഷം വീടാണ് കേരളത്തിൽ പണിത് കൊടുത്തത്. ഈ കേരളത്തിലെ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്തും ലൈഫ് മിഷനിലൂടെ വീടുകൾ കൊടുത്തും ഭൂരഹിതർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുത്തു ഒരു സർക്കാർ ഈ സമ്പൂർണ്ണമായി പാർപ്പിട സംവിധാനം ഒരുക്കിയ ഒരു ഗവൺമെന്റിനാണ്. നിങ്ങളുടെ ഭരണകാലത്തെ സ്ഥിതി നോക്കുക. ഇനിയും ഇവരുടെ ഭരണകാലത്ത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ആകെ കൊടുത്ത ലൈഫ് മിഷൻ വീട് 14.
LDF ഭരണകാലത്ത് നമ്മൾ കൊടുത്തത് 130. ഞാൻ ഇനിയും അതിലേക്ക് വരികയല്ല. അങ്ങനെ ആരോഗ്യ രംഗം എന്ന് പറഞ്ഞേക്കാം. ജ്യോതിഷേ, ആരോഗ്യ പറയേണ്ട ഒരു കാര്യം, ലോക നിലവാരത്തിൽ ഇത്രയും ആരോഗ്യ മേഖലയിൽ ചികിത്സാ സഹായം കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഡോക്ടർമാരാണ്. ഇപ്പം ഗിരീശൻ പറഞ്ഞു, ഗിരീശൻ ഇപ്പം നേരെ പഞ്ചായത്തിൻ്റെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോട്ട് ചെന്നിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് മരുന്ന് സൗജന്യമായി കൊടുക്കുക. ജീവിതശൈലി രോഗങ്ങൾക്ക് ഫ്രീ മരുന്നാണ്. നമ്മളൊരു 10 വർഷം മുമ്പ് ഇവരുടെ കാലത്ത് നമുക്കറിയാം, പലരും നമ്മളെ വിളിക്കുന്നത് എന്താണ്, മരുന്ന് മേടിക്കാൻ നിർവാഹമില്ല, അപ്പം നമ്മൾ ആരെ കൊണ്ട് സ്പോൺസർ ചെയ്ത് മരുന്ന് മേടിച്ചു. അല്ല, പറയട്ടെ ഇന്ന് തോട്ടക്കാട് ആശുപത്രി, തോട്ടക്കാട് ആശുപത്രിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് കൊടുത്ത കെട്ടിടം, ജില്ലാ പഞ്ചായത്ത് LDF ഭരിച്ചപ്പോൾ കൊടുത്ത കെട്ടിടം, ഇതെന്താ വേറെ ഇവിടെ കൈകാര്യം ചെയ്ത MLAയും മന്ത്രിയൊക്കെ എന്നാ ചെയ്തത്? അവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും കൊണ്ടുള്ള കെട്ടിടം അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉളുപ്പില്ലാതെ ഇവര് പറയുകയാണ് ആശുപത്രിയെ പറ്റി. ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം പറയട്ടെ. 850 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 650 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളായി ഉയർത്തിയതാണ് ഈ ഗവൺമെന്റ്. അപ്പോൾ അവിടെ എല്ലാം ഡോക്ടർമാരുടെ സേവനം കൊടുത്തു. ഇപ്പൊ പയ്യപ്പാടിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം ഈ പഞ്ചായത്ത് പറഞ്ഞ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ത്രീകളുടെ ക്യാൻസർ പരിശോധനത്തിന്റെ ഭാഗമായി മാമോഗ്രാം ചെയ്ത് ഈ പഞ്ചായത്തിലെ സ്ത്രീകളോട് പഞ്ചായത്ത് അതിന് ഫണ്ട് വകകൊള്ളിച്ച് മാറ്റി വെച്ചിട്ട് വീടുകളിൽ ചെന്ന് പറഞ്ഞു, 100 സ്ത്രീകൾ വന്നു, മാമോഗ്രാം പരിശോധനയിലൂടെ 8 പേർക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. ഇതൊരു വികസനമാണ്. എന്താ കാര്യം? കെട്ടിടം മാത്രമല്ല വികസനം, ആ 8 പേര് ചികിത്സയില്ല. ഇങ്ങനെ ഒരു പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ 8 സ്ത്രീകളുടെ ക്യാൻസർ കണ്ടെത്തും. നമുക്ക് ആളുകളെ ബോധവൽക്കരണത്തിന്റെ പോരായ്മ കൊണ്ട് ഈ വീടുകൾ കയറി പറഞ്ഞിട്ടും 100 പേരാ വന്നത് ഈ പരിശോധനയ്ക്ക്. ആ 100 പേരെ പരിശോധിച്ചു. പഞ്ചായത്ത് അതിന് തുക വകകൊള്ളിച്ചു. പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് പണം വകകൊള്ളിച്ചാണ് അത് ചെയ്തത്. ഞാൻ ഈ ആരോഗ്യ കേന്ദ്രത്തിനെ മാത്രം ഒന്ന് ഗിരീശൻ പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്തിനെ പറയാം. ആയുർവേദ ആശുപത്രി വികസനം 1 കോടി, യോഗാ കേന്ദ്രം 18 ലക്ഷം, വനിതാ ജിമ്മ് 15 ലക്ഷം, മതിലിന് 10 ലക്ഷം. ഇത്രയും തുകയാണ് ഈ കൈതേപ്പാലത്തുള്ള ആരോഗ്യ. ഗിരീശൻ നിങ്ങൾക്ക് പോയി കാണാം, അവിടെ ജിംനേഷ്യത്തെ സ്ത്രീകൾ വന്ന് വ്യായാമം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം, അവിടെ യോഗാ പരിശീലനത്തിന് സ്ത്രീകൾ എത്തുന്നത്. വാർഡ് 4 ആരോഗ്യ കേന്ദ്രം 50 ലക്ഷം, ലാബിന് 25 ലക്ഷം, 21,000 രൂപ ശമ്പളം 1 മാസം കൊടുക്കുകയാണ്. നിങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ചെയ്ത കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളുമാണ് ഇപ്പം നമ്മുടെ നാട്ടുകാർക്ക് സൗജന്യമായി മരുന്ന് കിട്ടുന്നത്. അല്ല, ആ ചടങ്ങുകളൊക്കെ ഒരു മിനിറ്റ് ഗിരീശൻ, ആ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ സ്ഥലത്ത് MLA ഒന്ന് ക്ഷണിക്കേണ്ട ഒരു ബാധ്യത CPM ഉണ്ടായിരുന്നു. ജ്യോതിഷേ, വിളിച്ചാൽ ഒരാൾ വരില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹത്തിന്റെ പേര് വെച്ച് അദ്ദേഹത്തെ ക്ഷണിച്ച് നടത്തിയ പരിപാടി, അദ്ദേഹം അതിന്റെ വാതിൽക്ക് വന്നിരുന്നല്ലോ. അദ്ദേഹത്തിന് കയറി അധ്യക്ഷനായിരുന്നു. ഇത് മുഴുവൻ തെറ്റാണെങ്കിൽ അവിടെ പ്രസംഗിക്കാമല്ലോ. നിങ്ങൾ ചെയ്യുന്ന സുന്ന, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ്. ഞാൻ അത് കഴിഞ്ഞ് നിങ്ങൾ എത്ര സംസാരിച്ചോ ഞാൻ ഇടപെടില്ല. ഇല്ല, ഞാൻ ഇടപെടില്ല. ഇത് അല്പസമയം എനിക്ക്, കാരണം പഞ്ചായത്ത് ഭരിച്ചത് ഞങ്ങളായതുകൊണ്ട് അതിന്റെ കാര്യം പറയാൻ ചാൻസ് എനിക്കാണല്ലോ കിട്ടേണ്ടത്. അതിനെ വിമർശിച്ചോട്ടെ, വെറുതെ ഒന്ന് ഓടിച്ചു പോവാ. ലൈഫ് മിഷൻ UDF കൊടുത്ത 14 വീട്, ഈ LDF കൊടുത്തത് 130 വീട്. കൃഷിക്ക് 60 ലക്ഷം, അതിൽ 20 ലക്ഷം നെൽകൃഷിക്ക് പഞ്ചായത്ത് കൊടുത്താണ്. ഗിരീശൻ പറഞ്ഞല്ലോ ഫണ്ട് വിനിയോഗിച്ച് 2 കോടി രൂപയുടെ നെല്ലാണ് സപ്ലൈകോ പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് കയറ്റിയത്. ഈ ജില്ലയിൽ ഇത്രയും, അതായത് 116 ഹെക്ടർ സ്ഥലത്ത് കൃഷി ഇറക്കാൻ ഈ പഞ്ചായത്ത് ഇടപെട്ടു. വെള്ളം പൊങ്ങിയപ്പോൾ കുടുംബശ്രീ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും സഹായത്തോടു കൂടി ആ നിലം കൊയ്തു കൊടുത്തത് ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ്. മാലിന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ വരുന്നുണ്ടല്ലോ. ഗിരീശൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊരു സാഹചര്യം നിങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നോ? പ്ലാസ്റ്റിക് എല്ലാം വലിച്ചെറിയുന്നു, വേസ്റ്റ് വലിച്ചെറിയുന്നു. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ വന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ചുകൊണ്ട് പോകുന്നു. 1.5 ലക്ഷം ടൺ പ്ലാസ്റ്റിക് ആണ്. സംസ്ഥാന സർക്കാരിനെ പറ്റി പറഞ്ഞു. ഗ്രീൻ കേരള കമ്പനി, പറയട്ടെ പ്ലാസ്റ്റിക് എന്താണ്? ഞാൻ ആ പ്ലാസ്റ്റിക് അതല്ല പറയുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന കുപ്പിവെള്ളത്തിന്റെ ബോട്ടിലും വീട്ടിലെ ചെരുപ്പും, പറയട്ടെ നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അത് കടകളിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനെ പറ്റി പറയുന്നത്. നമ്മൾ ഇപ്പോഴും നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക് ബോട്ടില്, മരുന്നിന്റെ കുപ്പികള്, ചെരുപ്പ്, ഇതെല്ലാം ഇല്ല. എന്ത് നമ്മൾ അറിവില്ലാതെ അജ്ഞതയോടെ അത്തരം കാര്യങ്ങൾ പറയരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്ലാസ്റ്റിക് 1.5 ലക്ഷം ടണ്ണാണ്. ഗ്രീൻ കേരള അല്ലേ, ഗവൺമെന്റ് ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ഈ വഴി വലിച്ചെറിയുമായിരുന്നു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലോട്ട് നിങ്ങൾ നോക്കത്തെ, ഈ പഴയ സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ ഒരു കുറ്റിയും അവിടെ വേസ്റ്റും കൂടി കിടന്നതാണ്. ഇന്ന് ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും മാലിന്യം ഉണ്ടോ? ഈ പറയുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വരിക, ഈ ലെതർ ചെരുപ്പ് വരെ അവർ കൊണ്ടുപോവുക.
ആ രീതിയിൽ ഈ പഞ്ചായത്തിനെ ക്ലീൻ ആക്കുന്നതിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവരുടെ കാലത്ത് ഉണ്ടായിരുന്നോ? കമ്പയർ ചെയ്യാൻ നിങ്ങൾ ഇവരുടെ കാലത്ത് എന്ത് ചെയ്തു? ഒരു മിനിറ്റ് അവരെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് LDF എന്നാണ് അവർ UDF ആരോപിക്കുന്നത്. ഈ ഹരിതകർമ്മ സേന അംഗങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം കൂടെ LDF നടത്തുന്നതാണ് UDF അവകാശപ്പെടുന്നത്, ആരോപിക്കുന്നത്. അതെ, ഞാൻ ഏതെങ്കിലും ഹരിതകർമ്മ സേനാംഗങ്ങളെ പഞ്ചായത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് എനിക്കറിയില്ല. അതായത് UDFിന്റെ നേതാക്കന്മാർ പറയുന്നത് LDFിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ആളുകളില്ലാത്തത് കൊണ്ട് കുടുംബശ്രീ അംഗങ്ങളെയും ഹരിതകർമ്മ സേന അംഗങ്ങളെ ഉപയോഗിക്കുന്നതാണ് UDF അവകാശപ്പെടുന്നത്, ആരോപിക്കുന്നത്. ജ്യോതിഷേ, നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ അംഗങ്ങളല്ല ഇതുപോലെ LDFിലും UDFിലും ഉള്ള ആളുകളുടെ കുടുംബത്തിലെ സ്ത്രീകൾ അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുതെന്ന് ഒരു നിയമ തടസ്സവും ഇല്ല. അവർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തടസ്സം അവരൊക്കെ വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളാണ് ഈ സ്ത്രീകളൊക്കെ. അപ്പൊ അവരെയൊക്കെ ഞങ്ങളുടെ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കും, അല്ല നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്നൊക്കെ അവരെ പറയുന്നുണ്ട്. അങ്ങനെ അവരാരും ഇന്നുവരെ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. UDF നേതാക്കന്മാർ ആരോപിക്കുന്നതാണ്. മറുപടി പറയാനാ? ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും അവർ യൂണിയൻ രൂപീകരിക്കുകയാണ്. എല്ലാ സംഘടനകൾക്കും അവരുടെ സംരക്ഷണത്തിന് യൂണിയൻ. ജ്യോതിഷ് പോലും പത്രപ്രവർത്തകരുടെ യൂണിയനിൽ അംഗ. എല്ലാവർക്കും യൂണിയൻ രൂപീകരിക്കാം, യൂണിയന്റെ പ്രവർത്തനത്തിന് പോവാം. അല്ലാതെ പഞ്ചായത്ത് ഭരണസമിതി അവരുടെ പ്രവർത്തനത്തിന് ഹരിതകർമ്മ സേനാംഗങ്ങളെയും കുടുംബശ്രീക്കാരെ വിളിച്ചു. ഭരണസമിതി ജനങ്ങളുടെ അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. അത് UDFിന്റെ കാലത്തും പൊതുപരിപാടിയിൽ കുടുംബശ്രീക്കാർ വരും, LDFിന്റെ കാര്യത്തും പൊതുപരിപാടി മന്ത്രി വരുന്ന പരിപാടിയിലൊക്കെ പങ്കെടുക്കും. അത് ആദ്യമായിട്ടൊന്നുമല്ല, അത് അതിനടിസ്ഥാനമുള്ള കാര്യമല്ല. ഇനിയും നമ്മൾ കാണേണ്ടത് ഫലവൃക്ഷ തൈ വിതരണം, HD ചെടിച്ചട്ടികൾ. ഇപ്പം നമ്മുടെ വീട്ടിൽ ജൈവവളവും ഞങ്ങളുടെ എല്ലാ വീടുകളിൽ പച്ചക്കറിയും എത്തി. അതിനുവേണ്ടി പഞ്ചായത്ത് പണം മാറ്റി 8 ലക്ഷം രൂപ മാറ്റി വെച്ചു. കേര കർഷകർക്ക് 6 ലക്ഷം കൊടുത്തു. വിളപരിപാലന കേന്ദ്രം, പറയട്ടെ ജ്യോതിഷ് നോക്ക്, മണ്ണ് പരിശോധനാ കേന്ദ്രം ഇവരുടെ കാലത്തുണ്ടായിരുന്നോ? ഇവിടുന്ന് മണ്ണ് പരിശോധിക്കണമെങ്കിൽ ദൂരെ പോകണമായിരുന്നു. ഇപ്പം മണ്ണ് പരിശോധനാ കേന്ദ്രം, അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പണം ഈ ഗവൺമെന്റ് ചെലവാക്കി, ഈ പഞ്ചായത്ത് ചെലവാക്കി. അംഗൻവാടി 33 എണ്ണം, മെയിൻ്റനൻസ് 40 ലക്ഷം രൂപ കൊടുത്തു. ഇതൊന്നൊക്കെ രേഖകളിലുള്ള കാര്യമാണ്, നമ്മൾ വെറുതെ പറയില്ല. ഇല്ലെങ്കിൽ ഇവർ പഞ്ചായത്തിന്റെ മിനിറ്റ്സ് എടുത്ത് പരിശോധിക്കട്ടെ. ഞാൻ പറയട്ടെ, മെയിൻ്റനൻസ് ഗിരീശൻ പറഞ്ഞു പണം ചെലവാക്കിയതിനെ പറ്റി 40 ലക്ഷം. 4 അംഗൻവാടി പുതുതായി നിർമ്മിച്ചു. 4 അംഗൻവാടി. ആ എരമല്ലൂര് മത്സരിക്കുന്ന അനിലം ചാണ്ടി എന്ന് പറയുന്നയാൾ ഇവിടെ ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി 15 സെന്റ് സ്ഥലമാണ് സൗജന്യമായി കൊടുത്ത്. 4 ആളുകൾക്കാണ് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സ്ഥലം സൗജന്യമായി കൊടുത്ത്. അംഗൻവാടിക്ക് സ്ഥലം കൊടുത്തു. ഇതെല്ലാം ഏറ്റെടുത്ത് അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാക്കുന്ന രീതിയിൽ മാറ്റി. കളിസ്ഥലം 28 ലക്ഷം. വെന്നിമലയെ പറ്റി പറഞ്ഞല്ലോ ഗിരീശൻ. ടർഫ് നിർമ്മിച്ച് ഇവർക്ക് കളിസ്ഥലത്തിന് വേണ്ടി 28 ലക്ഷം രൂപ മുടക്കി. അതിന്റെ ബാക്കി പറയട്ടെ. 28 ലക്ഷം രൂപ മുടക്കി ബാക്കി നിർമ്മാണത്തിന് MLA സമീപിച്ചു, ഇപ്പോഴത്തെ MP സമീപിച്ചു. ഒറ്റ പൈസ തന്നില്ല. ഇത് ആ ഭാഗം എന്താണ് ഗിരീശൻ പറയാത്തത്? പഞ്ചായത്തിന്റെ പരിമിതിക്കകത്ത് നിന്ന് 28 ലക്ഷം രൂപ മുടക്കിയിട്ട് സംസ്ഥാന സർക്കാർ ഗ്രാന്റ് ബാക്കി പണിക്ക് അവരുടെ ഒറ്റ പൈസ സംസ്ഥാന സർക്കാർ ഗ്രാന്റ് മേടിക്കാമല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ചാനൽ ചർച്ചയിൽ ഞങ്ങൾ തരുന്ന ഉറപ്പ് ഇപ്പൊ പറയുകയാണ്. LDF അധികാരത്തിൽ വന്നാൽ ഈ പഞ്ചായത്തിലെ ഈ റോഡുകൾ മുഴുവൻ പുനർനിർമ്മിക്കുമെന്നുള്ള കാര്യം പരസ്യമായി ഈ കാര്യത്തിൽ, കാരണം അതിനുള്ള പദ്ധതികളും കാര്യങ്ങളും യാഥാർത്ഥ്യം. വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ നമുക്കറിയാം കോടിമല ഒരു പാലം രാഷ്ട്രീയ വൈരാഗ്യത്തിന് ഭാഗം നീണ്ടുപോയത്. ഇതൊക്കെ ഈ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളെ ഇടതുമായാലും വലതായാലും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ദുരവസ്ഥ ജനം അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഇതെന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡ് നവീകരണം, ടേക്ക് എ ബ്രേക്ക് കാണാമല്ലോ, 20 ലക്ഷം. അവിടെ CK മാണി റോഡ്, അദ്ദേഹത്തിന്റെ പേരിൽ റോഡ് 20 ലക്ഷം. ബസ് സ്റ്റാൻഡ് മെയിൻ്റനൻസ് 5 ലക്ഷം. ട്രാഫിക് പരിഷ്കാരത്തിന് ഡിവൈഡർ 2.5 ലക്ഷം. നിങ്ങൾ ഞാൻ പറയട്ടെ ഈ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ കാണണ്ടേ, ഇവർ എത്ര വർഷം ഇരുന്നു? പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഇവർക്ക് പറ്റിയില്ല. നമ്മൾ ഡിമോളിഷ് ചെയ്തു, അതിലൂടെ വാഹനം കടന്നു പോകുന്നു. ആ ഷാപ്പും കെട്ടിടവും പഞ്ചായത്തോട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത്രയും സ്ഥലത്ത് സ്പേസ് കുറവായതുകൊണ്ട് ഗവൺമെന്റിന് ആപ്ലിക്കേഷൻ വെച്ച് പ്രത്യേക അനുമതി വാങ്ങിയിട്ടാണ് ആ കെട്ടിടത്തിന്റെ ഭാഗം പൊളിച്ചു മാറ്റി വാഹനം കിടക്കാൻ. ആ കാര്യത്തിന് MLA സമീപിച്ചു. താഴെ ആ റോഡിന് കലുങ്ക് പണിയണമായിരുന്നു, അതിന് MLA സമീപിച്ചു. ഒരു പൈസ തന്നില്ല. ഇനി നിങ്ങൾ കാണേണ്ട കാര്യം,
ഈ ട്രാഫിക് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി യാഥാർത്ഥ്യമാക്കിയ 2 കാര്യങ്ങളാണ് പഞ്ചായത്ത് മുന്നിലൂടെയുള്ള റോഡും കാഞ്ഞിരത്തുമൂട് നിന്ന് മന്ദിരംകലിങ്ങിലേക്കുള്ള റോഡും. ഈ 2 റോഡും യാഥാർത്ഥ്യമായാൽ പുതുപ്പള്ളി കവലയുടെ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും. അതിന് പഞ്ചായത്ത് റോഡിന് MLA സമീപിച്ചു, പൈസ തന്നില്ല. 20 ലക്ഷം രൂപ മുടക്കി പകുതി ഭാഗം പഞ്ചായത്ത് ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ഫണ്ട് അനുവദിച്ചപ്പോൾ നമ്മൾ എഴുതി കൊടുത്തതിൻ്റെ ഭാഗമായി 40 ലക്ഷം രൂപ അവിടെ അനുവദിച്ചാണ് ഇപ്പോൾ പണി നടക്കുന്നത്. അവിടെ കൊണ്ട് MLA ഫ്ലെക്സ് വെച്ചു, നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വന്നു നിന്നു, ഒരു പങ്കുമില്ല. ഞങ്ങളാരും ഞങ്ങളുടെയാന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഫോട്ടോ വെക്കുന്നതല്ലാതെ ഒരു പങ്കെടുക്കാൻ ഇനിയും നിങ്ങൾ കാണേണ്ട കാര്യം, കാഞ്ഞിരത്തുമൂട്ടിൽ നിന്ന് മന്ദിരംകലിങ്ങിലേക്കുള്ള റോഡ് 7,33,00,000 രൂപ അനുവദിച്ചു. എങ്ങനെ? പൊന്നമ്മ ചന്ദ്രൻ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ പോയി കണ്ടു. മന്ത്രിയെ കണ്ട് ആ ഫണ്ട് അനുവദിപ്പിച്ച് അത് വൈകാൻ കാര്യം എന്താണ്? വാട്ടർ അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ വർക്കുകൾ പൂർത്തിയാക്കാതെ വന്നപ്പോൾ അതിന് താമസം വന്നു. MLA അല്ലേ ഇടപെടേണ്ടത്? MLAക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? MLA അല്ലേ ഗവൺമെന്റിന് ആ റോഡിനെ പറ്റി എഴുതി കൊടുക്കേണ്ടത്? അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പൊ റോഡ് 7 കോടി രൂപയുടെ സൈഡ് അടക്കം കെട്ടി. ഗിരീശൻ മത്സരിക്കുന്ന പാടില്ല. ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പദ്ധതിയാണ് അവിടെ. MLAക്ക് ഇടപെടണ്ടേ? ഈ മണ്ഡലത്തിൽ ഇത്തരം റോഡുകളുടെ കാര്യത്തിൽ പയ്യപ്പാടിയിൽ നിന്ന് പുതുപ്പള്ളിക്കുള്ള റോഡ് ഗിരീശൻ ചൂണ്ടിക്കാണിച്ചല്ലോ, 5 കോടി രൂപ അനുവദിച്ചു കിടക്കുന്നു. വാട്ടർ അതോറിറ്റി പൈപ്പിട്ട ശേഷം അതിന്റെ രജിസ്ട്രേഷൻ വർക്ക് പൂർത്തിയാക്കി കൊടുക്കണമെങ്കിൽ തടസ്സം വന്നാൽ സാധാരണ എന്താണ് ചെയ്യുന്നത്? ഏറ്റുമാനൂർ VN വാസവൻ അവിടുത്തെ മന്ത്രിയാണ്. ഇത്തരം കാര്യം വന്നാൽ അദ്ദേഹം എന്ത് ചെയ്യും? PWD ഉദ്യോഗസ്ഥരുടെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്ത് അത് പരിഹരിച്ച് അതിൽ ഇടപെടുകയാണ്. ഇത്തരം ഒരു പണി ഇദ്ദേഹത്തിനില്ല. അതുപോലെ തന്നെ വികസന പ്രവർത്തനം വന്നാൽ പഞ്ചായത്തിനെ എതിർക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ MLA കൂടെ ഒന്ന് അറിയിക്കണ്ടേ സാർ? ഏത് ഇവിടെ സ്ഥലത്ത് MLA കൂടെ ഒന്ന് അറിയിക്കണ്ടേ? ഏത്? PWD റോഡിന്റെ ഫണ്ട് അനുവദിക്കാൻ MLAയോട് നിവേദനം കൊടുത്തല്ലോ, അദ്ദേഹം ഇടപെടണ്ടേ? അല്ല, അദ്ദേഹത്തെ അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് അദ്ദേഹത്തെ കൂടെ അറിയിക്കണ്ടേ? അദ്ദേഹത്തിന്റെ ജ്യോതിഷേ, നമ്മൾ ഈ കല്യാണം വിളിക്കുന്ന പോലെ അറിയിക്കുന്നുള്ള പരിഭവം പറയേണ്ട ആളല്ല. അദ്ദേഹമാണ് ഞങ്ങളെ അറിയിക്കേണ്ട ആൾ. അതൊരു MLA അല്ലേ? സ്ഥലത്ത് MLA അല്ലേ സാർ? അദ്ദേഹം അല്ലേ നമ്മളോട് പറയുന്നത്? അദ്ദേഹത്തെ ഔദ്യോഗികമായി നിങ്ങൾ അറിയിക്കണ്ടേ? അദ്ദേഹത്തെ ഔദ്യോഗികമായി അറിയിച്ചതിന്റെ എല്ലാ രേഖകളും ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചത്, ഈ 2 റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ പുതുപ്പള്ളിയിലെ ട്രാഫിക് പ്രശ്നത്തിന് വഴിതിരിച്ചു. അപ്പം നമ്മുടെ മനസ്സിൽ ഇപ്പൊ പുതുപ്പള്ളി കവലയിൽ നമ്മുടെ സ്റ്റേജ് ഇരിക്കുന്ന കെട്ടിടം വരെ ശരിക്കും ആ കെട്ടിടം ഉള്ളത് കൊണ്ടാണ് ട്രാഫിക് പ്രശ്നം ഇപ്പോഴും. നമുക്ക് കുറച്ചുകൂടെ സ്പേസ് പുതുപ്പള്ളി കവലയ്ക്ക് വേണം. അതുകൊണ്ട് ഈ റിംഗ് റോഡുകൾ, അതായത് കാഞ്ഞിരത്തുമൂട്ടിൽ നിന്നുള്ള റോഡ്, അതുപോലെ തന്നെ പഞ്ചായത്തിന് മുന്നിലുള്ള റോഡ് അടക്കം ശരിയായി കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടെ പുതുപ്പള്ളി കവലയുടെ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാൻ പറ്റും. 1 വേ സിസ്റ്റം ഒരുക്കി ട്രാഫിക് പ്രശ്നം ഒഴിവാക്കുന്നതിൽ ഞങ്ങൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഗിരീശൻ പറഞ്ഞല്ലോ, 40 ലക്ഷമാണ് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി. എല്ലാ വാർഡിലും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ട്. നിങ്ങൾ തന്നെ അന്വേഷിച്ചോ? ഞാൻ വസ്തുതാപരമായ കാര്യമാണ്. എല്ലാ വീടിലും പുതുപ്പള്ളി പഞ്ചായത്തിൽ ഇനി ഒരു വീട്ടിലും വൈദ്യുതി എത്താനുള്ള സമ്പൂർണ്ണ വൈദ്യുതീകരണം. ഗിരീശൻ താമസിക്കുന്ന വാർഡിൽ വഴികൾ കത്തുന്നുണ്ടോ? ശരിക്കും തെരുവിളക്ക് 40 ലക്ഷം, ബൾബ് 11 ലക്ഷം, 35 ലക്ഷം രൂപയാണ് സ്ട്രീറ്റ് ലൈറ്റ് വഴിച്ചോട്. ജ്യോതിഷം മനസ്സിലാക്കണം, നമ്മുടെ ഇപ്പം ഗവൺമെന്റിന്റെ നിർദ്ദേശം എല്ലാവർക്കും വൈദ്യുതി എത്തണം. ഇത് തൊണ്ടുപോലുള്ള ചെറിയ സ്ഥലങ്ങളിൽ അടക്കം റോഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റ് ഇട്ട് ലൈൻ വലിക്കാനുള്ള പണം പഞ്ചായത്ത് കെട്ടിവെച്ച് സാധാരണക്കാരന് വേണ്ടി ചെയ്തതിന്റെ തുകയാണ് ഞാൻ പറഞ്ഞത്, 35 ലക്ഷം രൂപ. ഇതൊക്കെ മനസ്സിലാക്കാതെ അതിദാരിദ്ര്യം 14 പേരാണ് ഉണ്ടായിരുന്നത്, അത് നിർമ്മാർജ്ജനം ചെയ്തു. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ട, സ്കൂളിൽ മോർണിംഗ് മീൽ 4 സ്കൂളുകൾ പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നതാണ്. 5 ലക്ഷം വീതം 25 ലക്ഷം രൂപ. ലാപ്ടോപ്പ് പഞ്ചായത്തിന് കൊടുത്ത, സ്കൂളുകൾക്ക് കൊടുത്ത ലാപ്ടോപ്പാണ് ഞാൻ പറഞ്ഞത്. പുതുപ്പള്ളി പഞ്ചായത്തിലെ പഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് സഹായിക്കുന്ന സ്കൂളുകൾക്ക് കൊടുത്ത തുകയാണ് 5 ലക്ഷം രൂപ വീതം. 5 വർഷം 25 ലക്ഷം രൂപ. ലാപ്ടോപ്പ് വാങ്ങുന്നതിന് വേണ്ടി, കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി, ഫർണിച്ചർ, ബെഞ്ച്, ഡെസ്ക്, മൊത്തം 30 ലക്ഷം രൂപയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഈ സ്കൂളുകൾക്ക് കൊടുത്തത്. കട്ടിൽ വിതരണം 200-ലധികം ആളുകൾക്ക് കട്ടിൽ പാവപ്പെട്ടവർക്ക് കൊടുത്ത 24 ലക്ഷം രൂപയുടെ പദ്ധതി. ഇവരെ പോലെ ചുമ്മാ കട്ടിൽ പണിതേച്ച് അത് ടെൻഡർ കൊടുത്ത് തട്ടിപ്പ് നടത്തുകയല്ല ചെയ്ത്, ഇത് കൃത്യമായി ആളുകളിൽ എത്തിക്കുകയും അത് സുതാര്യമായി. ഇനിയും വേറൊരു കാര്യം പറയാം, ഗിരീശൻ മുമ്പ് എപ്പോഴും വിമർശിക്കുന്നുണ്ട് തൊഴിലുറപ്പിനെ പറ്റി. തൊഴിലുറപ്പിന്റെ ഫണ്ട് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇപ്പൊ റോഡുകൾ പറയട്ടെ റോഡുകൾ ഇപ്പൊ നമ്മൾ പൊതുനിരത്തുകളിൽ തൊഴിലുറപ്പുകാർക്ക് പണിയെടുക്കാൻ പറ്റില്ല, അത് നിർത്തി. നമ്മൾ റോഡിന്റെ ഒക്കെ സൈഡ് വൃത്തിയാക്കുന്ന പരിപാടി ഇല്ലിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞത്, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ടെക്നിക്കൽ മേഖലയിൽ 100 വർക്കുകൾ UDFന്റെ കാലത്ത്, ജ്യോതിഷ ഇത് ശ്രദ്ധിക്കണം, ഗിരീശൻ അറിയേണ്ട കാര്യമാണ്, 100 വർക്കുകൾ UDFന്റെ കാലത്ത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ കോഴിക്കോട് പോലെയുള്ള മറ്റ് പദ്ധതികളുടെ ഭാഗമായി ടെക്നിക്കൽ സാങ്ഷൻ മേടിക്കാതെ, TS ഇല്ലാതെ ഇവരുടെ കാലത്ത് 100 ചില്ലുവാനം വർക്കുകൾ നടത്തി.
TS ഇല്ലാഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? പണി പൂർത്തിയായി, പൈസ കിട്ടുന്നില്ലായിരിക്കും. 65 വർക്കുകളാണ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടിട്ട് ഇപ്പോൾ അനുമതി വാങ്ങിയിട്ട് ആ പണം കൊടുത്തത്. 120 വർക്കാണ് TS വാങ്ങാതെ ഇവർ ചെയ്തു കൊടുത്തിട്ട് പോയത്. ഈ ഒറ്റ പദ്ധതിയുടെ പൈസ കിട്ടിയിട്ടില്ല. അതിൽ 65 പദ്ധതിയുടെ കുരുക്കഴിച്ച് നമ്മൾ ഉദ്യോഗസ്ഥരെ വിളിച്ച് അത് നിർമ്മിച്ചതിൻ്റെ തെളിവുകൾ കൊടുത്ത് ഇനിയും ബാക്കി കിടക്കുകയാണ്. ഇവർ ചെയ്തു വെച്ച ഒരു കാര്യമാണ്, തൊഴിലുറപ്പിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇനിയും വേറെ കാര്യങ്ങൾ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആംബുലൻസ്. ഇവരുടെ കാലത്ത് ആംബുലൻസ് ഉണ്ടായിരുന്നോ പഞ്ചായത്തിൽ? 16 ലക്ഷം രൂപയ്ക്ക് ആംബുലൻസ് വാങ്ങിയില്ലേ? നിങ്ങൾ കാണ്, 8 ലക്ഷം രൂപ മുടക്കി ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്ലാസ്റ്റിക്കുകൾ നിർമ്മാർജ്ജനം ചെയ്താനായിട്ട് ഒരു പിക്കപ്പ് വണ്ടി ഓടുന്നില്ലേ പഞ്ചായത്തിൽ? ഇവരുടെ കാലത്തുണ്ടായിരുന്നോ? ഇനിയും 50 ലക്ഷം രൂപയിലടുത്താണ് ഈ പാലിയേറ്റീവ്. ഇങ്ങനെ ഒരു കാര്യം ജ്യോതിഷ് ഓർക്കുന്നുണ്ടോ? ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പിൽ ആംബുലൻസിൽ വീട്ടിൽ വന്ന് കിടപ്പ് രോഗികളെ പഞ്ചായത്തിന്റെ ആളുകൾ ശുശ്രൂഷിച്ചിട്ട് പോവുകയാണ്. ഉദ്യോഗസ്ഥരും നേഴ്സുമാരും വന്ന് അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്ന് പറഞ്ഞു പോലേ ഉള്ളൂ. ഇത് ഓർമ്മകൾ ഉണ്ടാകണമെന്നേ ഞാൻ പറയുള്ളൂ. LDF-നെ വിമർശിച്ചോട്ടെ. ഇനി ഞാൻ അതിനകത്ത് ഗിരീഷിനോട് പറയുന്ന ഗിരീഷ് ഒന്നുകൂടെ പറയട്ടെ. SC വിഭാഗങ്ങളുടെ ശ്മശാനത്തിന് 6 ലക്ഷം രൂപ. ഇവരുടെ കാലത്ത് SC ഫണ്ട് മുഴുവൻ ലാപ്സാക്കിയവരാ ഇവര്. SC ST-യുടെ ഫണ്ട് ലാപ്സാക്കിയിട്ട് പോയവരാ. SC വിഭാഗത്തിന് വേണ്ടി 6 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ പറയാം ശ്മശാനം പുനർനിർമ്മിച്ചു. മൃഗസംരക്ഷണം 60 പോത്തുകുട്ടികൾ, 40 ലക്ഷം പശു, 15 ലക്ഷം കറവ പശു 10 എണ്ണം, ആട്, കോഴിക്കുഞ്ഞ് 18 ലക്ഷം രൂപയുടെ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് എല്ലാ വർഷവും പദ്ധതി രേഖകളിൽ അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഗിരീശൻ പറഞ്ഞ ഒരു കാര്യം പഞ്ചായത്ത് ഭരണസമിതിക്ക് കിട്ടുന്ന കുടുംബശ്രീ, ഇവര് കുടുംബശ്രീയെ പറ്റി പറഞ്ഞു. കുടുംബശ്രീ എല്ലാ സർക്കാരുകളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവര് കുടുംബശ്രീക്ക് പകരം ജനശ്രീ ഉണ്ടാക്കി കുടുംബശ്രീയെ പൊളിക്കാൻ നിന്നവരാ. ഇവര് കുടുംബശ്രീക്കെതിരെ ഉണ്ടാക്കിയ സംഘടനയുടെ പേരാണ് ജനശ്രീ. അവരിപ്പോ കുടുംബശ്രീ അംഗീകരിച്ചു തുടങ്ങി. ഈ കുടുംബശ്രീക്ക് കഴിഞ്ഞ 5 വർഷം ഇവിടെ പൈസ കൊടുത്ത് 2.5 കോടി രൂപ, ഇന്നൊരു യൂണിറ്റിന് കിട്ടുന്ന 20 ലക്ഷം രൂപയാ. ആ കുടുംബശ്രീക്കാർ ഇവിടെ പുഷ്പകൃഷി ചെയ്യുന്നുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അവർ സ്വന്തമായി സ്ത്രീകൾ, നിങ്ങൾ കാണേണ്ട കാര്യം, മുൻകാലങ്ങളിൽ ഭർത്താക്കന്മാർ ജോലിക്ക് പോവുകയും സ്ത്രീകൾ വീട്ടമ്മമാരായിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം മാറി. ഇന്ന് സ്ത്രീകളെ കുടുംബശ്രീയിലൂടെ ഉയർന്നു വന്നു, ജനപ്രതിനിധികളാകുന്നു, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു, മീറ്റിങ്ങിന് വരുന്നു, ടാക്സ് കെട്ടാൻ പോകുന്നു, വീടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അവർക്കിപ്പം ലോണ് കിട്ടും. ഈ 2-3 ലക്ഷം രൂപയാണ് ഒരാൾക്ക് ലോണായി കിട്ടുന്നത്. അവർ കുട്ടികളെ പഠിപ്പിക്കുന്നു, തിരിച്ചടവ് നടത്തുന്നു. കുടുംബശ്രീയുടെ മേഖലയിൽ ഇതുപോലെ സഹായം ചെയ്ത ഒരു ഗവൺമെൻറ്റും ആ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കിയ ഒരു ഗവൺമെൻറ്റും വേറെയില്ല. UDF-ന്റെ കാലത്ത് എന്നും കുടുംബശ്രീയെ പൊളിച്ച ചരിത്രമേ ഉള്ളൂ. ഇവർ ജനശ്രീ ഉണ്ടാക്കി കുടുംബശ്രീയെ വെല്ലുവിളിച്ചവർ. ആ ജനശ്രീ പൊളിഞ്ഞുപോയി, കുടുംബശ്രീയുടെ ശക്തി കൊണ്ട്. ഇങ്ങനെ എല്ലാ മേഖലയിലും ക്ഷീരകർഷകർ, ജ്യോതിഷ അതോടെ കേട്ടു, ക്ഷീരകർഷകർ, പാല്, നിങ്ങൾ കേൾക്കാത്ത അറിയാത്ത ഒരു കാര്യം പറയാം. ഇവിടുത്തെ സൊസൈറ്റികളിൽ, ജ്യോതിഷ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ സൊസൈറ്റികളിൽ പാൽ ഇളക്കുമ്പോൾ 3 രൂപ വെച്ച് പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് പാലിന് സബ്സിഡി. അറിയാവോ നിങ്ങൾക്ക്? ഇവർ വാങ്ങുന്ന പാലിന്റെ പൈസയിൽ 3 രൂപ വെച്ച് ലിറ്ററിന് സബ്സിഡി പഞ്ചായത്ത് പണം കൊടുക്കുക. 8 ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്നത്. ക്ഷീര കർഷകർ അവരുടെ സൊസൈറ്റി കൊടുക്കുന്ന പൈസ 5 ലക്ഷം രൂപയുടെ വെറ്റിനറി മരുന്നാണ് പഞ്ചായത്ത് വാങ്ങിക്കൊടുത്തത്. ആയുർവേദ മരുന്ന് 80 ലക്ഷം രൂപ. മരുന്ന് വാങ്ങാനായിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് സൗജന്യമായി കിട്ടുന്ന മരുന്ന് വാങ്ങണം. ഈ പഞ്ചായത്ത് കൊടുത്തത് 105 കോടി രൂപയാണ്. പോഷകാഹാര പദ്ധതിക്ക് വേണ്ടി പറഞ്ഞല്ലോ 105 കോടി രൂപയാണ് ആരോഗ്യ നിബന്ധനകൾ മരുന്ന്. ഹോമിയോ ആശുപത്രി, പയ്യപ്പാടിയിലെ ഹോമിയോ ആശുപത്രി പുനർനിർമ്മിച്ചത് ഈ പറഞ്ഞ കാലത്താണ്. 2.5 ലക്ഷം ഈ നിങ്ങൾക്ക് ഇത് ആനക്കാര്യമായിരിക്കാം. ഞങ്ങൾ ഇത് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ ആ സർക്കാർ അനുവദിക്കുമ്പോൾ സർക്കാർ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 20 ലക്ഷം വീട് മെയിൻ്റനൻസ്, 1.8 കോടി 76 പേർക്ക് വീട് മെയിൻ്റനൻസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വർഷാവർഷം 18 വീട് വെച്ച് 90 വീട് 1.5 ലക്ഷം രൂപ വീതം മെയിൻ്റനൻസിനായി കൊടുത്തു. മാമോഗ്രാം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. സ്ത്രീകളുടെ ക്യാൻസർ പരിശോധന 30 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഫണ്ട് കൊടുത്തത്. പഞ്ചായത്തിന്റെ പദ്ധതിയായിരുന്നു അത്. വനിതാ വ്യവസായ കേന്ദ്രം പൊങ്ങമ്പാറയിൽ പ്രവർത്തിക്കുന്നു, 8 ലക്ഷം രൂപ. സംരക്ഷണ വേലി 1 കുന്നേപ്പറമ്പിൽ, ഗിരീശൻ അറിയാം, കുന്നേപ്പറമ്പിൽ ആ പള്ളിയുണ്ട്. കുന്നേപ്പറമ്പിൽ ആ പള്ളിക്ക് കൈവരി പണിത് കൊടുത്തത് ഈ പഞ്ചായത്ത് സമിതിയാണ്. സംരക്ഷണ വേലി 20 ലക്ഷം. ഇട്ടിമാണി റോഡ്, പൊങ്ങമ്പാറ പാറമടയ്ക്ക് കൈവരി, പൊങ്ങമ്പാറയുടെ പാറമടയിൽ അപകടം പറ്റുന്നതിന് കൈവരി പണിത് കൊടുത്തു. കുന്നേപ്പറമ്പ് പള്ളിക്ക് കൈവരി പണിത് കൊടുത്തു. ഇതെല്ലാം അതുപോലെ തന്നെ 2-3 കുളിക്കടവുകൾക്ക് സ്റ്റെപ്പുകൾ പണിത് സ്ത്രീകൾക്ക്
ഈ 5 വർഷവും ഈ പൊന്നമ്മ ചന്ദ്രൻ എന്ന് പറയുന്ന അന്തസ്സുള്ള ഒരു വനിത, സാധാരണ ഒരു വീട്ടമ്മ, വലിയ പ്രഗത്ഭയൊന്നുമല്ല. ഇവരുടെ പല പ്രഗത്ഭന്മാർ ഇവിടെ ഭരിച്ചല്ലോ, മാറി മാറി. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു സാധാരണ വീട്ടമ്മയായ പൊന്നമ്മ ചന്ദ്രൻ നേതൃത്വം കൊടുത്ത് ഒരു ചെറിയ ആക്ഷേപം പോലും അവർക്കെതിരെ ഒരു വ്യക്തി പോലും ഉന്നയിച്ചിട്ടില്ല. ഒരു കളങ്കവുമില്ലാതെ, ഒരാക്ഷേപവുമില്ലാതെ, ഒരു വ്യക്തി താല്പര്യവുമില്ലാതെ വികസനം നടത്തിയ ഒരു വനിതാ നേതാവാണ് പൊന്നമ്മ ചന്ദ്രൻ. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് അവരെ ഓർത്ത്. ഒരു സാധാരണ വീട്ടമ്മയായി വന്നു. ഇത്ര അന്തസ്സോടുകൂടി ഒരു ഭരണം. അതുപോലെ പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള വൈസ് പ്രസിഡന്റ് പൂർണ്ണമായും കേന്ദ്രീകരിച്ച് UDF-ന്റെ മെമ്പർമാർ പോലും ഈ കാലഘട്ടത്തിൽ പഞ്ചായത്തിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ല. UDF-ന്റെ അംഗങ്ങൾ ഒരാളും പഞ്ചായത്ത് ഭരണസമിതിയിൽ കാര്യമായി ഏറ്റുമുട്ടൽ നടത്തേണ്ടി വന്നിട്ടില്ല. അവരെല്ലാം ഈ ഭരണസമിതിയോടൊപ്പം നിന്നു. ഇവരൊന്നിച്ചല്ലേ വന്നുകൊണ്ടിരുന്നത്. ഗിരീശൻ പറയുന്ന എതിർപ്പുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണ് ഒരു മരണ വീട്ടിലും വികസന പ്രവർത്തനങ്ങളിലും ഒന്നിച്ചു വരുന്നത്? ഇപ്പം ജ്യോതിഷ് തന്നെ ചോദിച്ചു, MLA വിളിച്ചില്ലേ? MLA വന്നില്ലെങ്കിൽ ആ വേദിയിൽ എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ മെമ്പർമാർ UDF-ന്റെ അംഗങ്ങൾ മുഴുവൻ ഇരുന്ന് പ്രസംഗിക്കുന്നത്? മന്ത്രി പങ്കെടുത്ത എല്ലാ വേദിയിലും UDF-ന്റെ അംഗങ്ങൾ പ്രസംഗിച്ചല്ലോ. അങ്ങനെയാണ് MLA-ക്ക് ഇഷ്ടമില്ലാത്ത പണി അവരെന്തിനാ ചെയ്യുന്നത്? കാരണം എന്താണ്? അവരുടെ വാർഡുകളിൽ വികസനം നടത്തി, അവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുത്തു. UDF-ന്റെ അംഗങ്ങളെ പ്രതിപക്ഷം നോക്കാതെ പരിഗണിച്ച ഒരു ഭരണസമിതിയായിരുന്നു പൊന്നമ്മേൻ്റെ നേതൃത്വത്തിൽ. അത് വളരെ കൂടിപ്പോയെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുള്ളൂ. പ്രതിപക്ഷത്തെ ഇതുപോലെ പരിഗണിച്ചു എന്നുള്ളത് അല്പം കൂടിപ്പോയെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. ഈ 5 വർഷമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടായി കിടക്കുന്ന, ഇപ്പോഴും ഈ പഞ്ചായത്തിലെ മുഴുവൻ വഴികളും കുത്തിപ്പൊളിച്ച് കിടക്കുക, ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുക. അതിനാരാ കുറ്റം? ഞാൻ പറയട്ടെ, അത്രയും മോശമായി കിടക്കുന്ന റോഡുകളെ ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുന്നു, ഇപ്പോഴും കിടക്കുന്നു, മോശമായി കിടക്കുന്നു. കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. കാര്യങ്ങളെല്ലാം പാതി വഴി കിടക്കുന്നു. കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാത്ത വർക്കുകളെല്ലാം പെൻഡിങ് കൊടുക്കുന്നു. MLA പണം കൊടുക്കാനായിട്ട് റോഡിന് വേണ്ടി, വികസനത്തിന് വേണ്ടി 40 ലക്ഷം രൂപ കൊടുക്കാൻ പഞ്ചായത്ത് ഓഫീസിലോട്ട് നേരിട്ട് വന്ന് തുക അനുവദിക്കുന്നതിന് വേണ്ടി വരാൻ വന്നപ്പോൾ ആ ഫണ്ട് സ്വീകരിക്കാൻ പഞ്ചായത്ത് ഓഫീസിൽ MLA ഫണ്ട് അനുവദിക്കാൻ വന്നപ്പോൾ പ്രസിഡന്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് MLA ഫണ്ട് അനുവദിക്കാതെ ഇതെന്താ അച്ഛനും മക്കളും ഒളിച്ചുകളിയോ പിണക്കളിയോ? എന്തായാലും സ്വീകരിക്കാൻ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല, MLA പിണങ്ങിപ്പോയെന്ന്. MLA പിണങ്ങിപ്പോ സുഭാഷ് സംസാരിച്ചപ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല. 5 മിനിറ്റോട് നിർത്തി തരാം. അപ്പോൾ പറഞ്ഞതിന്റെ കാരണം, ഈ പഞ്ചായത്തിലെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് MLA അനുവദിക്കുമ്പോൾ MLA-യുടെ ഫണ്ട് സ്വീകരിക്കത്തില്ല. അതിന് നിഷേധാത്മക നിലപാട് MP ഫണ്ട് അനുവദിക്കുന്നു, MP ഫണ്ട് സ്വീകരിക്കുന്നില്ല. പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കാമല്ലോ, അതിനെ സ്വീകരിക്കാതിരിക്കുന്നു. നിയമം അറിയാതെ പറയുന്നത്. MLA MP ഫണ്ട് പഞ്ചായത്ത് വന്ന് കൈ മേടിക്കല്ല, അവര് പദ്ധതി വെച്ച് ഫണ്ട് അനുവദിക്കാതെ ചെയ്താൽ മതി. അതിനെ പ്രസിഡന്റ് എന്ന് MLA-യുടെ വീട്ടിലോട്ട് പൈസ കൊടുക്കുകയാണ്. എന്ത് ലോജിക്കില്ലാത്ത കാര്യമാണ് പറയുന്നത്? MP-ക്ക് ഫണ്ട് അനുവദിക്കാൻ പഞ്ചായത്തിന്റെ അനുവാദം വേണം, MLA-ക്ക് ഫണ്ട് അനുവദിക്കാൻ പഞ്ചായത്തിന്റെ അനുവാദം വേണം, സ്വന്തമായി ചെയ്യാം. ഇതിന്റെ നടത്തിപ്പുമായിട്ട് സഹകരിക്കാൻ പഞ്ചായത്തിന്റെ സഹകരണം ഇല്ലാത്തതുകൊണ്ട് MLA ഫണ്ട് പദ്ധതി നടപ്പാക്കാൻ നിങ്ങളാണ് സഹകരിക്കാത്തത്. വിളിച്ചാലും വരാതെ ബഹിഷ്കരിക്കുന്ന നിങ്ങളാണ്. MP ഫണ്ട് നടപ്പാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് വാശി, ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് സമിതിയോടുള്ള വിരോധം, അതാണ് വസ്തുത. പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കുക. ഉറപ്പാണ് MLA എന്ന് പറഞ്ഞ വിഷയത്തിൽ 2 വോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് തീണ്ടലുണ്ട് അവർക്ക്. ഗിരീഷൻ ഈ കാര്യം അറിയാൻ വയ്യാത്ത കാര്യം ജ്യോതിഷം മനസ്സിലാക്കണം. ഗിരീഷൻ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് UDF-ന്ന് പിണങ്ങിപ്പോയ ആളാണ്. ഇപ്പോഴാണ് ഗിരീഷൻ തിരിച്ചു വരുന്നത്. അല്ലേ നിങ്ങൾ പറയട്ടെ, ഉമ്മൻചാണ്ടി സാർ ഗിരീഷൻ പാർട്ടി വിട്ടുപോയ ആളാണ്. അതുപോലെ തന്നെ ഇപ്പം മത്സരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഒരാള് വർഷങ്ങളോളം LDF-ന്റെ കൂടെയായിരുന്നു. ഏത് സമയവും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ല. വേറൊരാൾ പ്രസിഡന്റ് ആണെന്ന് പറയുന്നു. ഇടതുപക്ഷമായിട്ട് ചർച്ച നടത്തിയ ആളാണ്. ജ്യോതിഷ് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷമായിട്ട് ചർച്ച നടത്തിയ ഒരാളും മത്സരിക്കുക കോൺഗ്രസിന്റെ. ഇതൊക്കെ വസ്തുതയൊന്നും ഞാൻ പറയുന്നില്ല. ഇവരൊക്കെ അവിടുന്ന് ചാടിപ്പോരാൻ തയ്യാറായവരാണെന്നുള്ള യാഥാർത്ഥ്യം അറിയാം. സുഭാഷ് അത്രയും സമയം ഈ പഞ്ചായത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പ്ലീസ് 5 മിനിറ്റ് സംസാരിക്കാൻ അവസരം എന്താ? ഈ സുഭാഷ് പഞ്ചായത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഇത്രയും വികസന കാര്യങ്ങൾ ഓരോന്നായിട്ട് അത് എണ്ണി പറയുന്ന കാര്യങ്ങൾ. ഞാൻ പഞ്ചായത്ത് ഭരണസമിതി ഇരുന്ന അംഗമാണ്. ഈ പഞ്ചായത്തിനേക്കാളും ചെറിയൊരു പഞ്ചായത്താണ് മീനടം ഗ്രാമപഞ്ചായത്ത്. വെറും 13 വാർഡേ ഉള്ളൂ. അവിടെയും ആംബുലൻസും പാലിയേറ്റീവും ഈ പറഞ്ഞതിനേക്കാളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയല്ല പറഞ്ഞേ. അപ്പോൾ പറയുന്ന കേക്ക്. അപ്പം നിങ്ങൾ മുമ്പേ ഒരു കണക്ക് പറഞ്ഞു. 2 കോടി രൂപ കർഷകർക്ക് ഇവിടെ നെല്ലെടുത്തു എന്ന് പറഞ്ഞു.
പുതുപ്പള്ളി പഞ്ചായത്തിലെ മാത്രം നെല്ലെടുത്തതിന്റെ കണക്കാണോ 2 കോടി? അല്ല. ഏയ് പറയാൻ കാര്യം അതിനെ കുറിച്ച് തന്നെ പറയാം. കാർഷിക മേഖലയെ കുറിച്ച് ഒരു മിനിറ്റ്. ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷം കൃഷി നടന്ന പാടശേഖരം 300 ഏക്കർ താഴെ മാത്രമാണ് കൃഷി ചെയ്തത്. ഇവരുടെ കാലത്ത് ആഫ്രിക്കൻ പായലായിരുന്നു. ഇവരുടെ കാലത്ത് ആഫ്രിക്കൻ പായല. നിങ്ങൾ 10 വർഷം മുമ്പ് ഈ അങ്ങാടിയിലോട്ട് ചെന്ന ആഫ്രിക്കൻ പായല അവിടെ കിടന്നത്. നെല്ലൊന്നും ഇല്ലായിരുന്നു. ഗിരീശൻ അങ്ങനെ പറഞ്ഞ നിങ്ങളുടെ ഭരണകാലത്ത് അവിടെ ആഫ്രിക്കൻ പായലും പറഞ്ഞൊരു കണക്ക് തെറ്റ് പറഞ്ഞതാ. 2 കോടി രൂപയുടെ നെല്ല് പുതുപ്പള്ളി ഇവരുടെ കാലത്ത് 1 കിലോ നെല്ല് കയറ്റിയോ? ഇവരുടെ കാലത്ത് 1 കിലോ നെല്ല് കയറ്റിയോ? 1 കിലോ ഞങ്ങളെ വിമർശിച്ചോട്ടെ, എത്ര വേണം വിമർശിക്കട്ടെ. 1 കിലോ നിങ്ങളുടെ കാലത്ത് പാടശേഖരത്തിലുണ്ടായിരുന്ന പോളയും ആഫ്രിക്കൻ പായലും. ഇപ്പൊ ഞങ്ങൾ 2 കോടി രൂപയുടെ നെല്ല് പുതുപ്പള്ളി പഞ്ചായത്ത് അതിനെ പരിഹസിക്കുന്നത് ശരിയല്ല. ഇല്ല, നിങ്ങൾ പറഞ്ഞ കണക്ക് പറഞ്ഞുതരാം. മറ്റത്ത് ചുറ്റുപാട് പാടശേഖരം ഒരു പാടം കൃഷി ചെയ്തു. നടുമ്പാടം പാടശേഖരം 70 ഏക്കറോളം ഉണ്ട്. ഗിരീശൻ ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ കാലത്ത് പാടശേഖരം ഏതാന്ന് പോലും ഗിരീശൻ അറിയത്തില്ല. നിങ്ങൾ പാടശേഖരവും ചെറിയും ഇതൊന്നും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. കള്ളക്കണക്ക് പറയാതെ നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എല്ലാം വസ്തുതാപരമാണ്. ഇല്ലെങ്കിൽ ജ്യോതിഷ് ഒരു ചർച്ചയും കൂടെ വെച്ചോ, മുഴുവൻ രേഖകളും പ്രൊഡ്യൂസ് ചെയ്യും ഞങ്ങൾ. ഇതിന്റെ മുഴുവൻ തെളിവുകളും 2 കോടി രൂപ കർഷകർക്ക് നെല്ലെടുത്തു എന്ന് പറഞ്ഞു. 300 ഏക്കർ താഴെ കാലത്ത് കൊയ്ത്ത് യന്ത്രം പഞ്ചായത്തിൽ കിടന്ന് തൂരം പഠിച്ച് നശിച്ചിട്ട് ആക്രിക്ക് കൊടുക്കായിരുന്നു. ആക്രിക്ക് കൊയ്ത്ത് യന്ത്രം ഓർമ്മയുണ്ടോ? ജ്യോതിഷൊക്കെ അന്ന് വന്ന് ഷൂട്ട് ചെയ്താ. ഇവര് മേടിച്ച കൊയ്ത്ത് മെതി യന്ത്രം പഞ്ചായത്തിൽ കിടന്ന് തുരും പഠിച്ച് ആക്രിക്കാർക്ക് കൊടുത്ത ഒരു കാലം ഉണ്ട്. പറയട്ടെ, കൊയ്ത്ത് മെതി യന്ത്രങ്ങൾ അടക്കമുള്ള യന്ത്രങ്ങൾ പഞ്ചായത്തിൽ കിടന്ന് ദ്രവിച്ചു പോയിട്ടുണ്ടോ നിങ്ങളുടെ കാലത്ത്? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ. നിങ്ങളുടെ കാലത്ത് ഞാൻ പറഞ്ഞത് 2 കോടി രൂപയുടെ നെല്ല് നിങ്ങൾ പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞു. അത് പേര് പറഞ്ഞ് കുറെ ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചു, അത് നശിച്ചു പോയി. ആ പൈസ കാർഷിക മേഖലയെ നിങ്ങൾ വഞ്ചിച്ചു. നിങ്ങളും എന്തിനേറെ പറയുന്നു. ഈ സർക്കാർ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലേ 250 രൂപ റബ്ബർ കർഷകർക്ക് റബ്ബർ വില കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ. 1 കിലോ റബ്ബർ 250 രൂപ നിങ്ങൾ വാഗ്ദാനം ചെയ്ത അധികാരി ഇവരുടെ കാലത്ത് കൊടുത്തോണ്ടില്ല. ഇപ്പം താങ്ങുവില 200 ആക്കി. നമ്മൾ താങ്ങുവില 200 ആക്കി. ഇപ്പൊ നിങ്ങൾ ഈ ജ്യോതിഷ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ. UDFന്റെ കാലത്ത് തകർന്നടിഞ്ഞ് തരിപ്പണമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. ഉമ്മൻചാണ്ടി സാർ വരെ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ ദേശീയപാത നടക്കാൻ പാടാണ് പറഞ്ഞാണ്. ഇടമൺ കൊച്ചി പവർ ഹൈവേ നടപ്പിലാക്കി, ദേശീയപാത വികസനം നടപ്പിലാക്കി, ഓരോന്നോരോന്ന് നടപ്പിലാക്കിയിട്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇവിടെ UDFനെ സംബന്ധിച്ച് ഗിരീശൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് UDF എന്നോ LDF എന്നോ ഇല്ലാതെ വികസനം നടക്കണമെങ്കിൽ LDFന്റെ നേതൃത്വത്തിൽ വരണം. ഗിരീശൻ ഈ കാര്യത്തിൽ ഗിരീഷന്റെ സ്ഥാനാർത്ഥി, ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ ഗിരീഷനോട് അവസാനം ചോദിക്കുകയാണ്. നിങ്ങൾ എന്തുവാണ് സ്ഥാനാർത്ഥി നിർണയം നമ്മൾ നടത്തുമ്പോൾ ഈ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും അതിൽ പരിഗണിക്കേണ്ടത്? നിങ്ങൾ പലപ്പോഴും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ചില പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തുന്നുള്ള ആക്ഷേപം കൂടെ ഞാനിവിടെ വെക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാ പഞ്ചായത്തിലും, ഞങ്ങളുടെ ഏത് പഞ്ചായത്ത് എടുത്താലും അടിസ്ഥാന ജനവിഭാഗങ്ങളെ അടക്കം കണ്ടെത്തി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ UDFനെ സംബന്ധിച്ച് ചില ജനവിഭാഗങ്ങൾക്ക് അവർ സീറ്റ് കൊടുക്കുകയില്ല. ആ സീറ്റ് കൊടുക്കുന്ന ചർച്ച തന്നെ UDFന്റെ മണ്ഡലം കമ്മിറ്റി നടന്നപ്പം നിങ്ങളുടെ ഒരു നേതാവ് തന്നെ പറഞ്ഞത് ഇവനെയൊക്കെ നിർത്തിയാൽ ആരാ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞായിട്ടാണ്. അയാളും മത്സരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞത്. UDFന്റെ പാനലിൽ മത്സരിക്കുന്ന ഒരു പഞ്ചായത്ത്, UDFന്റെ നേതൃത്വത്തിൽ മത്സരിക്കുന്ന ചില സ്ഥാനാർത്ഥികൾ ചില ആളുകളെ ജാതിപരമായി അധിക്ഷേപിച്ചായിട്ട് പോലും വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് തിരിച്ചറിയണമെന്ന് കാര്യം ഈ നാട്ടിലെ ഇവര് രണ്ടുപേരും പറഞ്ഞാൽ മതിയോ? വീണ്ടും ഒരു കാര്യം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവര് രണ്ടുപേരും ഞങ്ങളെ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഭരണത്തിലുള്ള സാന്നിധ്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പുതുപ്പള്ളി പഞ്ചായത്തിൽ ഭരണരംഗത്തൊന്നും ഞങ്ങളില്ല. ഇവരെല്ലാ കാര്യം പറയുമ്പോഴും ഞാനൊരു BJPയുടെ ആളെന്നുള്ള നിലയിൽ ഇവരെപ്പോഴും കേന്ദ്രമൊന്നും തന്നില്ല, കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് 2 കൂട്ടരും വാശിയോടുകൂടി പറയുമ്പോൾ എനിക്ക് 1-2 കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടുണ്ട്. നമ്മുടെ ഗാമങ്ങളിൽ ഏതാണ്ട് 2303 കിലോമീറ്റർ ദൂരം ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ വേണ്ടി ഫണ്ട് കൊടുത്തത് കേന്ദ്രത്തിൽ നിന്നാണ്. ഇവരറിഞ്ഞിട്ടില്ലായിരിക്കാം. 1090 കിലോമീറ്ററോളം ദേശീയപാതയ്ക്ക് വേണ്ടി 65,000 കോടി രൂപ, 65,000 കോടി രൂപ കേരളത്തിന് കൊടുത്തത് കേന്ദ്രമാണ്. 594 കിലോമീറ്ററോളം റോഡിനായിട്ട് കൊടുത്തിരിക്കുന്നത് 57,161 കോടി രൂപയും കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേന്ദ്രം ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
നിരവധി പ്രോജക്റ്റുകൾ എന്തെങ്കിലും ഇതിലെല്ലാം കണക്കുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് സുഭാഷ് വായിച്ച പോലെ വായിക്കുന്നില്ല. എല്ലാ പദ്ധതികളും സകലമാന പദ്ധതികൾക്കും വേണ്ടി ആവശ്യത്തിലേറെ ചോദിച്ചതിൽ കൂടുതൽ പണം കൊടുത്ത ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ കഥ നമുക്ക് പറയാം. സാറേ ഞാനൊന്ന് പറഞ്ഞോളാം. വയനാട്ടിലെ കഥ ഞാൻ പറയാം. ആവശ്യത്തിന് പണം എടുത്ത് വിനിയോഗിക്കാൻ ഫണ്ട് പൈസ കടപ്പെട്ട് നിങ്ങൾ വിനിയോഗിച്ച് കണക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ട്? സ്ഥലമെടുക്കാൻ നിങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ട്? സ്ഥലമെടുക്കാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയാനായിട്ട് വെള്ളരിക്കാൻ പറഞ്ഞില്ല. പൈസ കൊടുത്താൽ പണം കൊടുത്താൽ കണക്ക് വേണം. അളന്നേ ഞങ്ങൾ കടലിൽ തള്ളുള്ളൂ സാറേ, അളന്നേ കടലിൽ തള്ളുള്ളൂ. ചുമ്മാ കൊണ്ട് കടലിൽ കല്ലിടിയല. അതുകൊണ്ട് കണക്ക് കൊടുക്കണം. നിങ്ങൾ കണക്ക് കൊടുത്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾക്ക് ചെലവാക്കി അവിടെ നിങ്ങൾക്ക് എത്ര കോടി രൂപ ഫണ്ടിൽ കിടപ്പുണ്ട്. ഇതിനു വേണ്ടി വികസനത്തിന് വന്ന് തോന്നിവാസം കളയാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതിനകത്ത് ചിത്രങ്ങളിലൂടെ പടങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാം. ഈ 5 വർഷക്കാലം എന്ത് ചെയ്തുവെന്ന് BJP ചോദിച്ചു. ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ കോടി രൂപ വെച്ച് കൊടുക്കാനുള്ള പണം ഫണ്ടിൽ കിടക്കുക. ഓരോ കുടുംബത്തിനും 4-5 കോടി രൂപ ഓരോ കുടുംബത്തിനും കൊടുക്കാനുള്ള പണം നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുക, ജനങ്ങളെ കബളിപ്പിക്കുക.